എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഒരു അടിപൊളി സെഷനിലോട്ട് വെൽക്കം ചെയ്യാണ്. അപ്പൊ ഒക്കെ ഒന്ന് പറ്റണവരൊക്കെ ഒന്ന് വീഡിയോയിൽ വരാം കേട്ടോ. നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഗ്രാറ്റിറ്റ്യൂഡൊക്കെ കഴിഞ്ഞ് നല്ലൊരു പോസിറ്റീവ് വൈബ്രേഷനിൽ ഇരിക്കല്ലേ, ഹാപ്പി ആയിട്ട് ഇരിക്കല്ലേ എല്ലാവരും. എന്താണ് യെസ് മാഡം. Yes, yes. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് സെഷനിൽ പരമാവധി ഒരു ചെറിയൊരു ലെവൽ നിങ്ങൾ ലെവലപ്പ് ചെയ്യണമെന്ന് അല്ലെ. എല്ലാരും കേൾക്കുന്നുണ്ട് പക്ഷെ കാണുന്നില്ല. അപ്പോ ഇന്നിപ്പോ ശനിയാഴ്ചയാണ്, പ്രത്യേകിച്ച് തിരക്കുകൾ ഇല്ലാത്തവരൊക്കെ വരാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ പല സമയത്തും നമ്മൾ പല പല സ്റ്റേജിലായിരിക്കും. ചിലപ്പോ ഇപ്പൊ നിങ്ങൾ ഭയങ്കര ഹൈ ആണ്, നിങ്ങള് പോസിറ്റീവ് വൈബ്രേഷനിലാണ്, ഹാപ്പി ആണ്. എല്ലാരും അങ്ങനെയല്ലേ? എന്തൊക്കെ ഇന്നലെ കഴിഞ്ഞോ, പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇന്ന് നല്ലൊരു അടിപൊളി വണ്ടർഫുൾ മെഡിറ്റേഷൻ, അതിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വരെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. താങ്ക് യു സമീറ. അപ്പം ആ ഒരു വൈബ്രേഷനിൽ ഇരിക്കുമ്പോൾ ഒന്നും കൂടെ കണ്ടിട്ടും കൂടെ ആണെങ്കിൽ ഞാൻ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയും. അപ്പൊ നമ്മൾ ഈ ഒരു വൈബ്രേഷനിൽ ഇങ്ങനെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. പക്ഷെ നമ്മൾ ചില സമയത്ത് നേരെ താഴത്തോട്ടും പോകും അല്ലെ, പല രീതിയിലും നമ്മൾ പ്രതികരിക്കും. അപ്പൊ അതൊക്കെ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ? ആദ്യം നമ്മളെ തന്നെ മനസ്സിലാക്കാനും പിന്നെ നമ്മൾ മറ്റുള്ളവരെ കുറിച്ചും മനസ്സിലാക്കണം. എന്നാലുള്ള നമുക്ക് എന്താണ് ആ സമയത്ത്, എങ്ങനെയാണ് ഞാൻ നിൽക്കേണ്ടതെന്നും, പരാതി പറയണോ അല്ലെങ്കിൽ കരയണോ അതല്ലെങ്കിൽ ദേഷ്യപ്പെടണോ എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ടോപ്പിക്ക് മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ്. നിങ്ങൾ കേട്ടിട്ടുണ്ട് അതിനു മുമ്പ് സെഷൻസിൽ. ഈ ഒരു സെഷനില് ആദ്യമായിട്ടാണ് മൈൻഡ് പവർ പ്രോഗ്രാമിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത്, അതായത് ഇതുവരെ ഒരു ക്ലാസ്സും കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വരാം, ഒന്ന് കമന്റിൽ പറയാ. കാരണം ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ കേട്ടവർക്ക് ഭയങ്കര സിമ്പിൾ ആണ്, നിങ്ങളെ ലൈഫായിട്ട് റിലേറ്റഡ് ആണ്. പക്ഷെ ഇതുവരെ ഇങ്ങനത്തെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഞാൻ സിമ്പിൾ ആക്കി പറയണോ അതോ ഞാൻ പ്രിപ്പയർ ചെയ്ത പോലെ പറയണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നു ഇതിലുള്ളവരൊക്കെ ഈ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണെന്ന് തോന്നുന്നു അല്ലെ. 40-40 പേരുണ്ട്, ഞാനടക്കം. എന്താണ് ചാറ്റിൽ വരാം, ഫസ്റ്റ് ക്ലാസ് ആണല്ലേ. പക്ഷെ ഇതേ റിലേറ്റഡ് ഒരുപാട് ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ ആവും കേട്ടോ. ഇപ്പൊ ഇവിടെ നിന്നല്ല, നമുക്ക് പല സോഴ്സ് ഉണ്ടല്ലോ. ഓക്കെ, എന്തായാലും ഞാൻ ഒരു PPT ഉണ്ടെന്ന് ഷെയർ ചെയ്യാം കേട്ടോ. Okay. ഞാൻ ഹോസ്റ്റ് ആണോ? അല്ലല്ലോ. രഞ്ജിത്ത്, ഹലോ. യെസ് ആണ്. ആണോ? യെസ്. ഓക്കെ അല്ലേ? കാണുന്നുണ്ടോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് തന്നെ പറയണേ. കാണുന്നുണ്ട്. ഉണ്ടല്ലോ. എന്താണ് കാണുന്നത്? എന്താണ്, മലയാളല്ലേ? എനിക്ക് ഈ ചാറ്റിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അൺമ്യൂട്ട് ചെയ്ത് തന്നെ പറയാം. ലൈക്ക് ഓപ്ഷൻ ഉണ്ടാവും, അൺമ്യൂട്ട് ചെയ്ത് തന്നെ പറയാം. മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ് അയച്ചു. മാപ്പ്, അതായത് മറ്റേ ഇതല്ല, സോറി പറയലല്ല, മാപ്പ് പറയില്ലേ നമ്മള്. മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ്, നമ്മുടെ ഒരു കോൺഷ്യസ് ലെവലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, പല ആളുകളും പല രീതിയിലാണ് പ്രതികരിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ, നമ്മൾ എന്തുകൊണ്ടാണ് ആ സമയത്ത് അങ്ങനെ പ്രതികരിച്ചത്. ചില സിറ്റുവേഷനിൽ നമ്മൾ പറയും, "ആഹ് അയ്യോ ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞു പോയേ." പിന്നെ ആ ഒരു കോൺഷ്യസ് ലെവലിൽ നിന്ന് മാറിയത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഓക്കെ,
അപ്പൊ ഈ ഒരു അത് ഒരു സോറി, ഡേവിഡ് ആർ ഹോക്കിൻസ് എന്നുള്ള ഒരാൾ, അതായത് അമേരിക്കയിലെ സൈക്യാട്രിസ്റ്റ് ആയിരുന്ന ഡേവിഡ് ആർ ഹോക്കിൻസ് ആണ് ഈ ഒരു ആശയം വികസിപ്പിച്ചെടുത്തത്. ഇതിൽ പറയുന്ന ഫ്രീക്വൻസികളൊക്കെ ആളുടെ ആശയങ്ങൾ, അതായത് കോച്ചിങ്ങിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലാതെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതല്ല. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊരു പോസിറ്റീവ് വൈബ്രേഷനിലാണ് അല്ലെ? അപ്പൊ നിങ്ങളുടെ ഇമോഷൻസ് എന്താണ്? ഹൈ ആണ്, ഹൈ എനർജിയാണ് അല്ലെ? സന്തോഷമാണ്, ഹാപ്പിയാണ്, അങ്ങനെയല്ലേ എല്ലാവരും? അല്ലെങ്കിൽ ഈ ഒരു മോർണിംഗ് ടൈം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഡിസ്ട്രാക്ഷൻസോ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അല്ലെ? നിങ്ങൾ മൂഡ് ഓഫ് അല്ല ആണെങ്കിൽ തന്നെ ഈ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ്സിനെയൊക്കെ റിലീസ് ചെയ്യുന്ന ഒരു ടൂളാണ്. അപ്പൊ അത് യൂസ് ചെയ്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ വികാരം എന്ന് പറയുന്നത് ഇപ്പോ പോസിറ്റീവ് ആണ് അല്ലെ? പോസിറ്റീവ് ആയിരിക്കും, പൊതുവെ ആണ്. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാട്ടോ. അപ്പോ നമ്മുടെ ചിന്തകൾക്കനുസരിച്ചാണ് നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ഇമോഷൻസ് ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് തന്നെ നമുക്കൊരു എനർജിയും ഉണ്ടാവും. ഇത് പറഞ്ഞ പോലെ ഇപ്പൊ ഹാപ്പി ആണെങ്കിൽ ഇപ്പൊ ജസ്റ്റ് ഒരു മൂഡ് ഓഫ് ആണ്, ഒരു ന്യൂസോ ഒരു എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസോ മറ്റു കാര്യങ്ങളോ നിങ്ങളിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു എനർജിയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോകും, നേരെ താഴേക്ക് ഡൗൺ ആയി പോകും അല്ലെ? ഡെസ്പ് ആയി പോകും അല്ലെ? അത് നമ്മളുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ ഒരേ എനർജിയിലായിരിക്കില്ല. നമ്മൾ ഓരോ എനർജിക്കും ഒരു പ്രത്യേക തരം ഊർജം ഉണ്ട് എന്നാണ് പറയുന്നത്. ഓരോ വികാരത്തിനും, മീൻസ് ഇമോഷൻസ്, സന്തോഷമാണെങ്കിൽ അല്ലെങ്കിൽ സങ്കടമാണെങ്കിൽ അല്ലെങ്കിൽ ദേഷ്യമാണെങ്കിൽ, അതൊന്നും അല്ല ഒരു നിസ്സഹായത ആണെങ്കിൽ അതിനൊക്കെ ഒരു തരം ഊർജം ഉണ്ട് എന്നാണ് ഈ ഒരു ഡേവിഡ് ആർ ഹോക്കിൻസ് അദ്ദേഹത്തിന്റെ പവർ vs ഫോഴ്സ് എന്ന ബുക്കിൽ പറയുന്നത്. ആ ബുക്കിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ സെഷൻ ഇന്ന് പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഉം. അപ്പൊ നമ്മൾ ഏത് വികാരത്തിലാണ്, ഏത് ഇതിലാണ്, അതായത് സന്തോഷത്തിലാണ് നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിത നിലവാരം വളരെ ഉയർന്നതായിരിക്കും. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അല്ലെ? നമ്മൾ എപ്പോഴും സന്തോഷത്തിലായിരിക്കില്ല, പക്ഷെ നമ്മൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഹാപ്പി ആയിരിക്കും. ഇപ്പൊ ഇന്ന് സാറ്റർഡേ ആണ്, സൺഡേ നിങ്ങൾക്ക് ഒരു ഗസ്റ്റ് വരുന്നുണ്ട് എന്ന് നോക്കുക. അപ്പൊ നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ഹാപ്പിയാണ് അവർ വരുന്നത്, ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലെ? വീട് ക്ലീനിങ്ങും ഡെക്കറേഷൻസ് അല്ലെങ്കിൽ ഫുഡിന്റെ, എല്ലാവരും മ്യൂട്ട് ചെയ്യാട്ടോ. ഫുഡിന്റെ കാര്യങ്ങള് പ്രിപ്പറേഷൻസ് ഒക്കെ നിങ്ങൾ സന്തോഷത്തോടെ ചെയ്യും. ആ സമയം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ് വരുന്നെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങൾ സൺഡേ പുറത്തു പോകണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇവർ വരുന്നെങ്കിൽ ആരാണ് ബോർഡിൽ കളിക്കണേ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഒരു ഇഷ്ടമില്ലാതെ ചെയ്യുന്ന പ്രവൃത്തികൾക്കൊക്കെ അതിൻ്റെതായ ഒരു മാറ്റം ഉണ്ടാവില്ലേ? നമ്മളിങ്ങനെ ഉള്ളില് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിറുപിറുത്ത് എന്നാലും ചെയ്യണല്ലോ, കടമയാണല്ലോ. അപ്പൊ ഇത് രണ്ടും തമ്മിൽ മാറ്റമില്ലേ? അപ്പൊ അത് എന്തുകൊണ്ടാണ്, നിങ്ങൾ ആ സമയത്ത് എവിടെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ, രഞ്ജിത്ത് അത് റിമൂവ് ചെയ്യാൻ പറ്റുമോ? വൈറ്റ് ബോർഡിൽ ആരോ വരച്ചു വെച്ചിട്ടുണ്ട്. ഹലോ രഞ്ജിത്ത്. യെസ് യെസ്. അപ്പൊ നമ്മുടെ രണ്ട് ബോധതലത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ചിലത് എന്താണ്, നമ്മൾ ഏറ്റവും നമ്മുടെ എനർജി കൂട്ടും. നമ്മൾ നല്ല ഇതിലാണെങ്കിൽ നമ്മുടെ എനർജി കൂട്ടും. അതിൽ നമ്മൾ ഈ പറഞ്ഞ ഫിയർ സ്റ്റേജ്, ഒരുപാട് സ്റ്റേജുകളുണ്ട്. അതിലാണെങ്കിൽ നമ്മുടെ എനർജി ഡൗൺ ആവും. നമ്മൾ പറയാറുണ്ട്, ചില ആളുകളുടെ അടുത്ത് നിന്ന് സംസാരിച്ചപ്പോൾ എന്റെ മൂഡ് പോയി, എനിക്ക് ചെയ്യാനുള്ള മൂഡ് പോയി എന്നൊക്കെ പറയും. ചിലരുടെ കൂടെ ഇരുന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ എനർജി ഹൈ ആയി, എനിക്ക് ഇപ്പൊ തന്നെ അത് സ്റ്റാർട്ട് ചെയ്താലോ, ബിസിനസിന്റെ ഒക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവരുടെ മോട്ടിവേഷനും അവരുടെ സപ്പോർട്ടൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് നാളെ തന്നെ അതങ്ങോട്ട് പ്രൊസീഡ് ചെയ്താലോ, നമുക്ക് ആ ഒരു ക്യാഷ് അതിന് കൊടുത്താലോ എന്നൊക്കെ തോന്നി എന്ന് പറയും. അത് ഈ ഡേവിഡ് പറയുന്നത് കറേജ് എന്നുള്ള ഒരു ഇതാണ് 200. 200 വരെയെങ്കിലും നമ്മൾ വേണം. ഒരു ടേണിംഗ് പോയിന്റ് ആണ് നമ്മുടെ 200 എന്നുള്ള ഒരു ഫ്രീക്വൻസി. അത്രയെങ്കിലും നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു ഗിൽറ്റ് ഫീൽ ഇല്ലാതെ, നമ്മൾ പരാതികളില്ലാതെ ഹാപ്പി ആയിട്ട് നമുക്ക് കുറച്ചെങ്കിലും ഒരു ധൈര്യം, ജീവിക്കാനൊരു ധൈര്യം, ഒരു ഇതൊക്കെ തോന്നുള്ളൂ. അപ്പൊ ഇതിൽ താഴെയാണ് എനർജി ഡൗൺ ആക്കുന്ന കാര്യങ്ങൾ. അത് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോണേ കേട്ടോ. നമ്മളെ താഴോട്ട് വലിക്കുന്ന നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. 20 മുതലാണ് ഒരു സ്കെയിൽ ഇട്ടിട്ട് ആള് 0 മുതൽ 1000 വരെയാണ് ഈ ഒരു സ്കെയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ സ്കെയിലില് ഏറ്റവും താഴെ 0 to 20, അതിൽ വരുന്നത് ഷെയിം. എന്തൊരു കാര്യം വരുമ്പോഴും ഈ ഷെയിമിലുള്ള ആളുകൾ പറയും, ഞാൻ അതിനുള്ള ആളല്ല, ഞാൻ കേപ്പബിൾ അല്ല,
എന്നെ ആർക്കും ഇഷ്ടമല്ല, അതുപോലെ തന്നെ എനിക്കൊരു വിലയില്ല. ഞാൻ ചെയ്ത് കഴിഞ്ഞാല് ആളുകൾക്ക് എന്നെ വിലയില്ല, അതുകൊണ്ട് അത് സക്സസ് ആവില്ല എന്നുള്ള രീതിയിൽ ഈ ഒരു 20യിലാണ് നിൽക്കുന്ന ആളുകൾ എല്ലാവരും. എല്ലാവരും എന്നല്ല, നമ്മൾ ചിലപ്പോൾ ഈ സമയത്തോട്ട് ചിലത് മുകളിലാണെങ്കിലും നമ്മൾ ചിലപ്പോൾ താഴത്തോട്ട് ഇറങ്ങി വരും. അപ്പൊ നിങ്ങൾ ഓരോന്ന് പറയുമ്പോഴും നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഏത് സ്റ്റേജിലാണ്. നിങ്ങൾ എന്തെങ്കിലും ഡിസിഷൻ എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ഡയലോഗ്സുകൾ, ഇന്നർ ഡയലോഗ്സ് വരാറുണ്ടോ ഏ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് ഞാൻ ലാസ്റ്റ് ചോദിക്കും, ഈ സെഷനിൽ ലാസ്റ്റ് ചോദിക്കും, നിങ്ങൾക്ക് നിങ്ങളിപ്പോ എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായോ എന്നുള്ളതും, നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത്, അതുപോലെ തന്നെ അത് പോവാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, ആ ഒരു ലെവലിലോട്ട് എത്താൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് ആൻസർ കിട്ടണം. ഓക്കെ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഈസിയാണ് കേട്ടോ. മനസ്സിലായല്ലോ. ഫസ്റ്റ് ഇപ്പം ഒരു ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു ഇപ്പൊ കോച്ചിങ് ഫീൽഡിലുള്ളവർക്കാണെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു സെഷൻസോ എന്തെങ്കിലും തുടങ്ങുമ്പോൾ ഞാൻ അതൊക്കെ പറയാൻ പറ്റിയ ആളല്ല. എന്നെ ആർക്കും ഇഷ്ടമല്ല, അല്ലെങ്കിൽ അതിൽ ആ സെഷനിൽ ആരെങ്കിലും കയറുമോ? ഇപ്പൊ നമ്മളൊരു ഫ്രീ വെബിനാർ ഒക്കെ വെക്കുകയാണെങ്കിൽ വല്ലവരും വരുമോ ഇപ്പോ എന്നെ കണ്ടിട്ട്? അതല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു വില ഉണ്ടോ? എന്റെ ഫ്രണ്ട്സ് പോലും ചിലപ്പോൾ കേറൂല. ഈ രീതിയിലുള്ള തോട്ടുകളാണ് നമുക്ക് വരിക. മനസ്സിലാവുണ്ടോ? അത് എന്തൊരു കാര്യം, ഇപ്പൊ ബിസിനസ് ഇറങ്ങുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ബുട്ടീക്ക് തുടങ്ങുക അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പ് തുടങ്ങുക, ഈ സമയത്തൊക്കെ ഇങ്ങനെ ഇതുപോലെയുള്ള നെഗറ്റീവ് തോട്ട്സുകൾ വന്നുകൊണ്ടേയിരിക്കും. അതായത് ഷെയിം ഉള്ളവർ. ദെൻ നെക്സ്റ്റ് ആണ് ഗിൽറ്റ്. അതിന്റെ ഒരു പടിയും കൂടെ കുറച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവരൊരു വിചാരിക്കണ ഞാനൊരു പരാജയമാണ്. എന്തെങ്കിലും ചെറുത് ഒരു എക്സാം ഫെയിൽ ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫെയിൽ ആയിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ ആള് വിചാരിക്കുന്നത് ഞാനൊരു ലോക തോൽവിയാണ്, എന്നെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള രീതിയിലാണ്, ആരും വിശ്വസിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് അവരുടെ ഇന്നർ ഡയലോഗ്സ് വരുന്നത്. അവരുടെ ഇത് ഇങ്ങനെ ഒരു ഡയലോഗ് വരുമ്പോൾ അവര് കോൺഫിഡൻസ് നഷ്ടപ്പെടുകയാണ്. അവർക്ക് ഒന്നും ചെയ്യാനുള്ള, മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു ആത്മവിശ്വാസം അവരുടെ നഷ്ടപ്പെടുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? സൊസൈറ്റി എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ആളുകളിൽ നിന്നും, ഇങ്ങനെ പറയുമോ എന്ന് പേടിച്ചിട്ട്, പറഞ്ഞിട്ടുണ്ടാവില്ല, ആളുകൾ ഇങ്ങനെ പറയുമോ എന്നൊക്കെ പേടിച്ചിട്ട് അവരിങ്ങനെ എന്ത് ചെയ്യും? ആളുകൾ ഇന്നൊക്കെ അകന്ന് ഒരു സ്വയം പ്രഖ്യാപിത ഒരു ഇതില്, അതായത് ഒരു ജയിലിൽ കഴിയുന്ന പോലെ അവരവരുടേതായ റൊട്ടീനിൽ ഒതുങ്ങിക്കൂടും. അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവരായിട്ടൊന്നും സംസാരിക്കാതെ, എന്തെങ്കിലും ഫംഗ്ഷൻ ഒന്നും ഉണ്ടാവാതെ പോവാതെ, ഒരു ഗിൽറ്റ് ഫീല്. എന്ത് സംഭവിച്ചു, ഇപ്പൊ ചെറിയ റിലേഷൻഷിപ്പിൽ ചെറിയ ഇഷ്യൂ ആയിട്ട് എന്തെങ്കിലും ഒരു ഇത് മാറിയിട്ടുണ്ടാവാം, ചിലപ്പോൾ ഡിവോഴ്സ് ആയിട്ടുണ്ടാവാം, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ തന്നെ അത് എന്റെ കുറ്റം കൊണ്ടാണ്, ഞാനാണ് തെറ്റ് ചെയ്തത്, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ എന്ത് പറയും, എല്ലാരും എന്നെ കുറ്റപ്പെടുത്തില്ലേ, അപ്പൊ ആളുകളെ ഫേസ് ചെയ്യാൻ മടിയാവും അല്ലെ? ഈ ഒരു ചിന്ത, എല്ലാം എന്റെ തെറ്റാണ് എന്നുള്ള ഒരു മനോഭാവം. ഒരു അമ്മയാണെങ്കിലും ചിലപ്പോൾ കുട്ടികൾ എന്ത് ചെയ്താലും മറ്റുള്ളവരും പറയും അത് അവളുടെ, അതായത് പാരന്റിന്റെ കുറ്റാണെന്ന്. അതേപോലെ നമ്മളും പറയും ഞാൻ വളർത്തിയ ദോഷാണെന്നുള്ള രീതിയിൽ നമ്മളും നമ്മളെ ഗിൽറ്റ് ഫീൽ ചെയ്യാം. അത് നമ്മളെ ഒരു മാനസികമായിട്ട് ഭയങ്കര നമ്മളെ എന്താ പറയുക, മാനസിക സമ്മർദ്ദത്തിലാഴ്ത്തും ഈ ഒരു ചിന്ത. നമുക്ക് സ്വയം തന്നെ ഒരു വിലയില്ലാതെ നമുക്ക് നമ്മൾ തന്നെങ്കിലും വില തരണല്ലോ അല്ലെ? അതില്ലാണ്ട് പോകും. അതാണ് പറയുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ആണ് അപ്പത്തി. അപ്പത്തി എന്ന് പറഞ്ഞാല്, മൂസിനൊന്ന് മ്യൂട്ട് ചെയ്യാട്ടോ. ഒരു നിസ്സഹായത. നിസ്സഹായത പറയുമ്പോ നമ്മളെ ചിന്ത വരുന്നത് എപ്പോഴും ഒരു അതായത് ഞാൻ തെറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ ഒരു 10-40 വയസ്സായ തന്നെ നമ്മൾ പറയും എനിക്ക് ഇത്രയൊക്കെ വയസ്സായി, ഇനിയൊന്നും നടക്കൂല. ആ ഒരു പ്രതീക്ഷ കൈവിട്ടിട്ട് അങ്ങനെ ഒരു ലൈഫിൽ ജീവിക്കുന്നവരുണ്ടാവും. അവർക്ക് എന്താണ്, അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ചെറിയ ഏജ് ആണെങ്കിൽ അവർ പറയാ എനിക്ക് കുറെ ഇങ്ങനെയൊക്കെ ആയില്ലേ, എനിക്ക് ആ ഒരു ജീവിതത്തോട് ഇനി ഒരു പ്രതീക്ഷയില്ല, ഇനി ഒന്ന് മരിച്ചു പോയാൽ മതി, ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതി ജീവിതം. ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗ് നമ്മളോട് സംസാരിക്കുമ്പോൾ പലരും പറയാറുണ്ട് അല്ലെ? അവർക്ക് പ്രതീക്ഷയില്ല ലൈഫിൽ ഇനി നല്ലത് സംഭവിക്കുന്നോ, ഇനി അടിപൊളിയാവുന്നോ ഒരു പ്രതീക്ഷയില്ലാത്ത ആളുകളാണ് ഇങ്ങനത്തെ സംസാരങ്ങൾ സംസാരിക്കുക നമ്മളെ ഇടയിൽ. നമുക്ക് പ്രത്യേകിച്ചും നമ്മളെ മനസ്സിലാക്കുന്നതിൽ കൂടുതൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിലുള്ളവരെ മനസ്സിലാക്കാൻ പറ്റുന്ന കഴിയും അല്ലെ? നമ്മുടെ കണ്ണും കാതും ഒക്കെ തുറന്നാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരെയാണ് വാച്ച് ചെയ്യുന്നത്. നമ്മുടെ ഓപ്പോസിറ്റുള്ള നമ്മുടെ പാർട്ട്ണറെയോ നമ്മുടെ മദറിലെയോ അല്ലെങ്കിൽ നെയ്ബേഴ്സിനെയൊക്കെ നമ്മൾ കൂടുതൽ വാച്ച് ചെയ്യും. അത് കുറച്ച് നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമ്മളിപ്പോ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ കണ്ണുകൾ അടക്കണ എന്തുകൊണ്ടാ? നമ്മളെ മനസ്സിലാക്കാൻ നമുക്ക് കണ്ണ് തുറക്കണ്ട അല്ലെ? പുറത്തല്ല, നമ്മളകത്താണ്. അപ്പൊ നമ്മുടെ ഉൾക്കാഴ്ച വരിക നമ്മൾ എങ്ങനെയാണ് എന്ന് ചിന്തിക്കുക. ഒരു പ്രശ്നം വരുമ്പോ
ഇനി മരിച്ചു പോയാൽ മതി, എനിക്ക് ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി, മടുത്ത ജീവിതം എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കുക കേട്ടോ. അപ്പം ഓരോ ടൈപ്പ് ആളുകളാണ് നമ്മുടെ സർക്കിളിൽ എന്നാണ് പറയുന്നത്. മൂസിന ഒന്ന് മ്യൂട്ട് ചെയ്യാം കേട്ടോ. ഹലോ മൂസിന. ഓക്കെ. അപ്പം ക്ലിയർ ആവണ്ടല്ലോ അല്ലെ? ഒന്ന് പിന്നെ ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേന്നൊന്ന് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാം കേട്ടോ. മനസ്സിലാവുന്നുണ്ട് മാഡം, വെരി ക്ലിയർ. ഓക്കെ. ഓക്കെ. അപ്പൊ ഈ ഒരു സ്റ്റേജ് നമ്മള് ഷെയിം കഴിഞ്ഞു, ഗിൽറ്റ് കഴിഞ്ഞു, അപ്പതി കഴിഞ്ഞു. പിന്നെ പോണതാണ് ഗ്രീഫ്. ഗ്രീഫ് എന്ന് പറഞ്ഞാല് 75 ആണ് അതിന്റെ ഫ്രീക്വൻസി വരുന്നത്. നമുക്കൊരു പിന്നെ ഊർജ തരംഗം എന്ന് പറയില്ല, അത് വരുന്നത് 75 ആണ്. അതിലുള്ളവർക്ക് നഷ്ടബോധമായിരിക്കും. ഇപ്പൊ ഒരു അഫെയർ ഉണ്ടാവാം, ആ അഫെയർ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ജീവിതകാലം മുഴുവൻ അവർ ആ നഷ്ടബോധത്തിലായിരിക്കും. എനിക്ക് അയാളെ കിട്ടിയില്ലല്ലോ, അയാളെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലല്ലോ, അയാളായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ പറ്റിയില്ലല്ലോ. ഇതേപോലെ തന്നെയാണ് പാർട്ട്ണറോ ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടാലും അവിടെ നമ്മൾ ചിലരെന്ത് ചെയ്യും, ഒരു വർഷമോ അല്ലെങ്കിൽ ഒരു മാസം 1-2 മാസങ്ങളിൽ നിന്ന് അത് റിക്കവർ ആവും ഇല്ലേ, റിയാലിറ്റിയിലോട്ട് വരും. പക്ഷെ ചിലർ പിന്നെയും അവിടെ തന്നെ എത്ര വേറെ ജീവിതം കിട്ടിയാലും, അതിലും ബെറ്റർ ജീവിതം കിട്ടിയാലും ആ പോയതാണ് നല്ലത്, അതായിരുന്നു നല്ലത്, അത് നല്ല അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു പാസ്റ്റിൽ ജീവിക്കും. അവരുടെ ഫലം എന്തായിരിക്കും? എന്തൊക്കെ ഹാപ്പിനെസ് വന്നാലും അത് ഫീൽ ചെയ്യാൻ കഴിയാതെ അവർ ആ ദുഃഖത്തിൽ തന്നെ ആയിരിക്കും. മനസ്സിൽ എപ്പോഴും ഒരു ഭാരവും അതുപോലെ തന്നെ വിഷാദം, ഈ ഡിപ്രഷനിലൊക്കെ ഇരിക്കുന്നവർ അങ്ങനെയാണ്. മരണമൊക്കെ വന്നാൽ ചിലവർക്ക് ഇപ്പൊ പാർട്ട്ണറൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല സ്നേഹത്തിലൊക്കെ ഇരിക്കുന്നവർക്ക് ഇതുപോലെ ഒന്ന് റിക്കവർ ആവാൻ കുറച്ച് സമയം എടുക്കും ഇല്ലേ? പക്ഷേ അവര് എന്താണ്, ഒരുപാട് ടൂൾസും ടെക്നിക്സ് ഒക്കെ നമുക്കറിയാം, അതൊക്കെ യൂസ് ചെയ്ത് അവര് മാറി വരണം. അല്ലാതെ അതിൽ തന്നെ ഇരുന്നിട്ട് എന്തെങ്കിലും മാറ്റം കിട്ടുമോ അവരുടെ ലൈഫിന്? എനിക്ക് ആ പോയ ലൈഫായിരുന്നു നല്ലത്, പോയ ജോലിയായിരുന്നു നല്ലത്, അല്ലെങ്കിൽ എന്നെ അതായത് മരണപ്പെട്ടതോ അല്ലെങ്കിൽ ഒഴിവാക്കി പോയതോ ഒക്കെ ആയ ആളുകളെ കുറിച്ച് ആലോചിച്ച് അതന്നെ ആലോചിച്ച് സങ്കടപ്പെട്ടിരുന്നാല് നമ്മുടെ ലൈഫ് അങ്ങനെ തീർന്നു പോകും അല്ലെ? അപ്പൊ അതാണ് എന്തിലും ദുഃഖം കണ്ടെത്തുന്ന ആളുകളെ കുറിച്ച് പറയുന്നത്. അങ്ങനത്തെ ആളുകളുണ്ടോ? ഇതിലുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. എന്താണെങ്കിലും കഴിഞ്ഞതായിരുന്നു. ഇപ്പൊ നമ്മൾ പെരുന്നാളൊക്കെ വരുമ്പോ പറയില്ലേ, നമ്മുടെ ചെറുപ്പകാലത്തിലെ പെരുന്നാൾ എന്ത് രസമായിരുന്നു. എന്താ ഇക്ബാൽ അവിടെ എന്തോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്ക്രീനിൽ തൊടല്ലേട്ടാ. എല്ലാരും പറയും, കഴിഞ്ഞ 90-ലെ കിഡ്സ് പറയും അന്നത്തെ കുട്ടിക്കാലം എന്ത് രസമായിരുന്നു അല്ലെ, ഇപ്പത്തെ കുട്ടിക്കാലം ഫുള്ള് മൊബൈലാണ്. ഇങ്ങനെ എന്തും കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇപ്പോഴും, എനിക്ക് പെരുന്നാളൊക്കെ ആലോചിക്കുമ്പോ അങ്ങനെയുണ്ട്. എന്റെ കുട്ടിക്കാലത്തെ പെരുന്നാളൊക്കെ ഭയങ്കര രസമായിരുന്നു. അതെന്താ കാരണം എന്നും എനിക്കറിയാം. കാരണം ഫുഡും ഡ്രസ്സൊക്കെ അന്ന് റെയർ ആയിട്ടേ കിട്ടുള്ളൂ. ഇന്ന് എല്ലാ ദിവസവും നമുക്ക് ഫുഡും ഡ്രസ്സൊക്കെ കിട്ടുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അന്നത്തെ പെരുന്നാളിന്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അതായിരുന്നു. നല്ല ബിരിയാണി അല്ലെങ്കിൽ നല്ല പുതിയ ഡ്രസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഓരോ കാലഘട്ടത്തിൻ്റെതായ മാറ്റം ഉണ്ട് എന്ന് മനസ്സിലാക്കുക വേണ്ടേ, അല്ലാതെ ഒന്നായിരുന്നു അല്ലെന്ന് പറഞ്ഞാൽ അന്നൊന്നും ആഘോഷിക്കാതിരിക്കുകയല്ല വേണ്ടേ. ദെൻ അവിടെ നിന്ന് എത്തിയാല് 100-ൽ എത്തും കേട്ടോ. ഫിയർ ആണ്. എന്താണെങ്കിലും ഫിയർ, എന്ത് ചിന്തിച്ചാലും പേടി. അതായത് ഒരു ബിസിനസ് തുടങ്ങാൻ പേടി, പഠിക്കാൻ പേടി. ഒരു ഇപ്പൊ ലേഡീസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രസന്റേഷൻ ഒരു ടൈം തരിക, നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞ് തരുമ്പോ ഇങ്ങനെ പേടിക്കുകയാണ്. എനിക്ക് അത് ചെയ്ത് കഴിഞ്ഞാല് എന്തെങ്കിലും തെറ്റിപ്പോയ ആൾക്കാർ എന്നെ കളിയാക്കില്ലേ, എന്നിട്ട് ഇതിനൊന്നിനും മുന്നിൽ ഇറങ്ങണില്ല. ഈ രീതിയില് ഫിയർ ആയി കഴിഞ്ഞാൽ ഇപ്പൊ ഒന്നും നടക്കൂല അല്ലെ? നമ്മള് കൂളായിട്ട് എന്തെന്നായാലും ഞാനത് അക്സെപ്റ്റ് ചെയ്യാം. ഇനിയിപ്പോ ആരെങ്കിലും നെഗറ്റീവ് ക്രിട്ടിസൈസ് ചെയ്താലും അതെന്താണ്, ബെറ്റർ ആക്കാൻ യൂസ് ചെയ്യാം എന്നുള്ള ചിന്തയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു പ്രസന്റേഷനോ അതല്ലെങ്കിൽ ഒരു പിന്നെ ബിസിനസ് അതല്ലെങ്കിൽ ഒരു പഠനം, ഒരു പരീക്ഷയ്ക്കോ എന്തിനും ചെയ്യാൻ നമ്മൾ കഴിയുള്ളൂ. ഇപ്പൊ ഒരു ഡ്രൈവിംഗ് ആവട്ടെ അല്ലെ, ഞാൻ ചിലപ്പോൾ വീഴും, അത് കണ്ട ആൾക്കാർ ചിരിക്കും എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോവില്ല. പക്ഷെ അത് അതിന്റെ ഒരു ഭാഗമാണ് എന്ന് വിചാരിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അത് ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഫിയർ ഉള്ളവർക്ക് എപ്പോഴും ഓവർ തിങ്കിങ് ആയിരിക്കും. ഓവർ തിങ്കിങ് ഉള്ളവരുടെ പ്രധാന പ്രശ്നം അതായിരിക്കും. ഓവർ തിങ്കിങ് ആൻസൈറ്റി ഒക്കെ ഉള്ളവർ എപ്പോഴും മോശമാണ് സംഭവിക്കുക. എപ്പോഴും അവർ നല്ലതിനെ കുറിച്ച് ഒന്നും പറയില്ല. അവരെപ്പോഴും എന്താ വണ്ടിയൊക്കെ എടുക്കാൻ പോകുമ്പോൾ നമ്മളോട് വണ്ടി എടുത്തിട്ട് പറയും ആരുടെയും നെഞ്ചത്തോട്ട് കയറ്റല്ലേ കേട്ടോ എന്ന് പറയും. ഈ ഒരു ഡയലോഗ് മതി നമ്മൾ ഡൗൺ ആവാൻ, നമുക്ക് പേടിയാവാൻ. അല്ലെങ്കിൽ ഏതെങ്കിലും എവിടെയെങ്കിലും ആക്സിഡന്റ് ആയതോ മറ്റേ ബ്രേക്ക് എന്തെങ്കിലും വീഡിയോസ് ഒക്കെ കാണിച്ചു തരും കണ്ടോ. ചിലപ്പോൾ ഗേൾസൊക്കെ ഇങ്ങനെ ഒരു വിധം ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്ത് വരുമ്പോഴായിരിക്കും ഒറ്റയ്ക്ക് വണ്ടി എടുക്കാനുള്ള ഒരു ധൈര്യം കുറവായിരിക്കും.
ഈ സമയത്താണ് ഇങ്ങനത്തെയൊക്കെ ഡയലോഗ് വരുന്നെങ്കിൽ എന്നാ പിന്നെ അവര് പറഞ്ഞല്ലേ വേണ്ട എന്ന് വെച്ചിട്ട് അവിടെ വെച്ചിട്ട് പോകില്ലേ. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ളവരും നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവുണ്ടല്ലോ. അപ്പൊ ഫിയർ സോണില് ഫിയറുള്ളവർക്ക് എല്ലാ അവസരവും അവർ നഷ്ടപ്പെടുത്തും. അവർക്ക് കിട്ടിയ എല്ലാ ഓപ്പർച്യൂണിറ്റികളൊക്കെ അവർ മിസ്സാക്കുകയും ചെയ്യും. എന്നിട്ട് എന്താണ് മറ്റുള്ളവരെയും കൂടെ അവരതിലോട്ട് കൊണ്ടുവരും, ആ ഒരു പേടിയിലോട്ട് അവരെയും കൂടെ പറഞ്ഞ് പേടിപ്പിക്കും. അങ്ങനത്തെ ആളുകളും നമ്മളുടെ ഇടയിലുണ്ട്. നമ്മളുണ്ടോന്ന് ആദ്യം ചിന്തിക്കുക, നമ്മളുടെ ഇടയിലുണ്ടോന്ന് നോക്കുക കേട്ടാ. ഓക്കെ, ദെൻ ഇവിടുന്ന് അങ്ങോട്ട് 125 വരുമ്പോ ഡിസയർ ആണ്. ഡിസയർ എന്ന് പറഞ്ഞാല് ആഗ്രഹം, ഒരുപാട് ആഗ്രഹങ്ങളാണ്. അതായത് എനിക്ക് വീട്, എനിക്ക് നല്ലൊരു വീടായാൽ എനിക്ക് സന്തോഷിക്കാം. എന്നിട്ട് വീട് കയറ്റുമ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് ഞാൻ കയറ്റി, അപ്പൊ അപ്പുറത്ത് നല്ല വലിയൊരു വീട് വരുന്നു. അത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ സന്തോഷം പോവുകയാണ്. അവന്റെ വലിയ വീട്, എന്റെ വീട് ഇത്ര വലുതല്ലല്ലോ. അവന്റെ വീടിന്റെ അടുത്ത് കാണുമ്പോൾ എന്റെ വീട് ഭയങ്കര ചെറുതാണ്. ഈ ഡിസയർ ഉള്ളവരെന്താണ്, ഇതുപോലെ ഒരു കാർ വാങ്ങിയിട്ട് ആ കാറൊന്ന് പഴയതാകുമ്പോൾ ആളുടെ സന്തോഷം പോയി. ആദ്യം ഇങ്ങനെ വിചാരിക്കും അത് കിട്ടിയാൽ എനിക്ക് സന്തോഷം, ഈ ഒരു ജോലി കിട്ടിയാൽ എനിക്ക് സന്തോഷം, അല്ലെങ്കിൽ ഒരു മോനെ കിട്ടിയാൽ, അതല്ലെങ്കിൽ ഒരു വീട്, അത് ഇങ്ങനെ ആഗ്രഹങ്ങളാണ്. എന്തായാലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആഗ്രഹങ്ങളാണ്. അതിങ്ങനെ കിട്ടിയാൽ ഞാൻ ഹാപ്പി ആവും എന്നുള്ള ഒരു തോട്ടാണ്. എന്നാലോ ഇത് അതേപോലെ അപ്രീസിയേഷൻ, മറ്റുള്ളവർ പറയണ നിന്റെ ഡ്രസ്സ് നന്നായിട്ടുണ്ട്, നീ പറഞ്ഞത് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രമേ സന്തോഷവും. ഇത് ഇനി കിട്ടിയാൽ പിന്നെ നമ്മൾ എന്താണ്, വീണ്ടും അത്യാഗ്രഹം വരുന്നുണ്ട്. അതായത് ഇത് പോരാ എന്നുള്ള ഒരു ചിന്തയും ഈ ഒരു ലെവലിലുള്ളവർക്ക് വരുന്നുണ്ട്. വെറും ആഗ്രഹം മാത്രമല്ല, അത്യാഗ്രഹം പറയില്ലേ നമ്മള്. അതായത് മറ്റുള്ളവരെ, പുറം ലോകത്തെ ആശ്രയിച്ചാണ് അവരുടെ ലൈഫ് മുന്നോട്ട് പോണത്. പുറത്തുനിന്നുള്ള അപ്രീസിയേഷനും പുറത്തുനിന്നുള്ള അതായത് ആളുകൾ എന്താണ് നമ്മളെ കുറിച്ച്, അവൻ അടിപൊളിയാണ് എന്ന് പറയും അല്ല, അതിനുവേണ്ടി പല കാര്യങ്ങളും ചെയ്യും. എന്നിട്ടോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കൂടുതൽ വേണം. ഒരു കാറ് കിട്ടിക്കഴിഞ്ഞാല് വേറെ എന്തെങ്കിലും അതിലും വലിയ കാറ് വേണം. അതല്ലെങ്കിൽ അതിനേക്ക് മറ്റുള്ള ഇപ്പൊ BMW ബെൻസ് ഒക്കെ പോണ കാണുമ്പോ ഓ എനിക്ക് അതില്ലല്ലോ, ഇത് ഉള്ളതിനെ കുറിച്ചൊരു തൃപ്തിയില്ല. അങ്ങനെയുള്ള ആളുകളും നമ്മുടെ ഇതിലുണ്ടാവും. കാറ് ഫോണൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് മാറുന്നവരുണ്ട് അല്ലെ. ഇപ്പൊ ഈ ഐഫോണൊക്കെ തന്നെ, ആ ഐഫോൺ ഞാനൊരു റീൽസിൽ കണ്ടു. പിന്നെ ഇപ്പത്തെ 70 Pro ഒരു ഓറഞ്ച് കളറാണ് അല്ലെ. പെട്ടെന്ന് മനസ്സിലാവും, ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ആളുടെ ഐഫോൺ ആണെന്ന് ആ കളറിൽ തന്നെ മനസ്സിലാവും അല്ലെ. ആളുകൾ ഈ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് അവർക്ക്, അതിങ്ങനെ കാണിച്ച് നടക്കുക എന്ന് പറയുമ്പോൾ അത്യാവശ്യം 1 lakhന്റെ മുകളിലൊക്കെ വിലയുള്ള ഫോണാണ്. അപ്പൊ ഈ ഫോണിൽ ഒരാൾ പറയുന്ന, ആള് വൈറ്റ് വാങ്ങിയപ്പോ, ആൾക്ക് വൈറ്റ് വാങ്ങി യൂസ് ചെയ്തപ്പോ ആൾക്ക് എന്തോ പോലെ, എന്നിട്ട് ആളത് മാറ്റി എന്ത് ചെയ്തു, വൈ പിന്നെ ഓറഞ്ച് കളർ തന്നെ ആക്കി എന്നുള്ളത്. ഓറഞ്ച് കളർ പൊതുവെ ആർക്കും ഇഷ്ടമില്ലാത്തൊരു കളറാണ്. പക്ഷെ അതൊരു ഫോൺ കൊണ്ടുവന്നപ്പോ ആളുകൾ എന്താണ്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് വാങ്ങുകയാണ്. കയ്യിൽ കാശില്ലെങ്കിൽ ചിലപ്പോൾ EMI ഇട്ട് വരും, വാങ്ങും. അതെന്താണ്, മറ്റുള്ളവരെ ആശ്രയിച്ചാണ്. അവന്റെ കയ്യിൽ ഐഫോൺ ഉണ്ട്, അവന്റെ കയ്യിൽ മാക്ബുക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്തോ ഒരു സംഭവം ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. അതെപ്പോഴും കിട്ടില്ല. അത് മറ്റുള്ളവരെ ആശ്രയിച്ച് വരുമ്പോൾ അതും എന്താണ്, പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ആങ്കർ. ആങ്കർ പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. എന്താണ്, ഭയങ്കര ദേഷ്യം, ഫുള്ള് ദേഷ്യം. നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് കേട്ടോ. മാറ്റത്തിനുള്ള ഒരു ഊർജവും നൽകും, എന്നാലും നമ്മുടെ ബന്ധങ്ങൾ തകരുന്ന സമാധാനം. ഞാൻ ഇപ്പൊ പറയാം, നിങ്ങളിപ്പോ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ എല്ലാവരും ഇതിനൊക്കെ മുകളിലാട്ടോ. ഇതിനൊക്കെ മുകളിൽ ഒരു 500-ലാണ് നമ്മൾ അങ്ങോട്ട് വരും. ഒരു 500-ലാണ് നിങ്ങൾക്ക് ഒരു സന്തോഷത്തില്, സമാധാനത്തില്, സ്നേഹത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പോ ഈ മെഡിറ്റേഷൻ കഴിഞ്ഞു, ഈ സെഷൻ കഴിഞ്ഞു, നിങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി, നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിരുന്നു വീട്ടില്, അതൊക്കെ കഴിച്ച് നിങ്ങൾ ജോലിക്ക് പോവാന്ന് കേട്ടോ. ജോലിക്ക് കാർ എടുത്താണ് പോണത്. കാർ എടുത്ത് പോകുമ്പോൾ നിങ്ങളുടെ തൊട്ട് ചാരി, നിങ്ങളുടെ കാറിന് സ്ക്രാച്ച് വീഴുന്ന രീതിയിൽ ഓപ്പോസിറ്റുള്ള ആള് പാസ് ചെയ്തു. ഒന്നുകിൽ ആള് നിർത്തി, അല്ലെങ്കിൽ നിർത്താണ്ട് പോയി. നിങ്ങൾ ഏത് സ്റ്റേജിൽ നിന്ന് പോകും? 500-ന്ന് നേരെ 150-ലോട്ട് നേരെ ചാടും. കാരണം ദേഷ്യം വരും. സ്വന്തം കാറാണല്ലേ, ഒരു സ്ക്രാച്ച് വീണ് കഴിഞ്ഞാൽ അറിയാം അതിൽ എത്രങ്ങൾ കാശ് പോകുന്നില്ല. അപ്പം തെറി പറയും, ചിലപ്പോ ആള് തെറി പറയും. ആളുടെ അടുത്താണ് കുറ്റെങ്കിൽ ഇയാള് നമ്മളോട് ഇത് എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കണേ എന്നൊക്കെ പറയും, ഡാഷ് ഡാഷ് ഒക്കെ പറയും. ഈ ഒരു സംഭവം, അതായത് നമ്മൾ എപ്പോഴും ഒരേ ഒരേ ഇതിലായിരിക്കില്ല. നമ്മൾ ഹൈയിൽ നിൽക്കണ നമ്മൾ തന്നെ ലോയിലോട്ട് കൊപ്പ് കുത്തും എന്നർത്ഥം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം നമ്മളിപ്പോ ഏതൊരു സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നും, ഈ സ്റ്റേജിൽ നിന്ന് പെട്ടെന്ന് മുന്നോട്ട് പോകണം എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ ഹൈന്ന് താഴേക്കും പോവും, താഴ്ന്ന് മുകൾക്കും. ഇനി എപ്പോഴും ദേഷ്യം വരുമൊന്നുമില്ല. ചിലവര് ഫുൾ ടൈം ദേഷ്യം, എന്ത് പറഞ്ഞാലും ദേഷ്യം. മക്കള് നമുക്കിത് മനസ്സിലാവുക എങ്ങനെയാ വെച്ചാല്,
നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂൾ കാലഘട്ടമൊക്കെ ഒന്ന് ഓർക്കുക. നിങ്ങൾ ടീച്ചർ ആണെങ്കിൽ നിങ്ങൾ ഓർക്കുക, സ്കൂൾ കാലഘട്ടത്തിൽ നമുക്കൊരു ടൈം ടേബിൾ അല്ലെ, ഒരു 1 hour അല്ലെങ്കിൽ 45 minute ഒക്കെ ഓരോ ടീച്ചറാ വരിക. മാത്സ് ടീച്ചർ കഴിഞ്ഞിട്ട് സോഷ്യൽ ടീച്ചർ വരുമ്പോൾ എനിക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ ടീച്ചർ സംസാരവും ആളുടെ പെരുമാറ്റവും ഒക്കെ ഭയങ്കര രസമാണ്. മാത്സോ ഭയങ്കര ദേഷ്യം. ഒരു കുട്ടി അങ്ങോട്ട് വർത്താനം പറഞ്ഞാൽ എന്താണ് അവിടെ വർത്താനം പറഞ്ഞ, ക്ലാസ് ശ്രദ്ധിക്കണില്ലേ, അതല്ലേ ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ദിവസം അങ്ങോട്ട് കൊള്ളാക്കും അവര്. അങ്ങനത്തെ ആളുകളുണ്ടാവും. ഇനി ഒരാൾക്ക് സംസാരിക്കുന്ന കണ്ടാലും പിന്നെ ആ ടീച്ചർ, ഇപ്പൊ സോഷ്യൽ ടീച്ചർ ആണെങ്കിൽ ആ കുട്ടിയുടെ അടുത്ത് പോയിട്ട് അവൻ എന്താ ചെയ്യണേ, എന്താണ് ഇപ്പൊ എന്താ പറഞ്ഞേ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ചോദിക്കും. അങ്ങനെ ഭയങ്കര കൂളായിട്ട് ചോദിക്കും. ചിലർ അവരെ എണീപ്പിച്ച് നിർത്തി അവരോട് അപ്പൊ പഠിച്ച ഭാഗങ്ങളെ ക്വസ്റ്റ്യൻ ചോദിച്ച് അവരത് ഉത്തരം പറയൂല. അപ്പൊ അവരെ ചീത്ത പറഞ്ഞ് ആ ചീത്ത ബാക്കി 45 പേരും കേട്ട് ആകെ ഡൗൺ ആവും അല്ലെ. അത് നമുക്ക് ഓരോരുത്തരുടെ ക്യാരക്ടർ എന്ന് മനസ്സിലാവും ഇല്ലേ, മറ്റുള്ളവർ മനസ്സിലാക്കുക. അപ്പൊ അതേപോലെ നമ്മൾ എന്ത് വരുമ്പോഴും നമ്മുടെ മക്കളോട്, നമ്മുടെ പാർട്ട്ണറോട്, നമ്മുടെ ഇൻലോസിനോടൊക്കെ നമ്മൾ എന്ത് വരുമ്പോഴും ദേഷ്യപ്പെടുകയാണോ നമ്മളൊന്ന് ആലോചിക്കാം. എന്ത് നിസ്സാര കാര്യത്തിന്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ മക്കളെയൊക്കെ നല്ല അടിയൊക്കെ കൊടുത്തിട്ട് പിന്നെ അവർ പോയി കഴിഞ്ഞിട്ട് ആലോചിക്കും, അയ്യോ എന്റെ മോളെ തല്ലണ്ടിയിരുന്നില്ല. ചിലപ്പോൾ സ്കൂൾക്കൊക്കെ എന്തെങ്കിലും കുസൃതി കാട്ടി ബസ്സൊക്കെ മിസ്സാവുകയോ സ്കൂൾ ബസ് മിസ്സാവുകയോ നേരം വൈകിയൊക്കെ ചെയ്യുമ്പോഴൊക്കെ ദേഷ്യപ്പെട്ടിട്ട് പിന്നെ വിചാരിക്കും, ഞാൻ എന്തിനാ മോനെ പഠിക്കാൻ രാവിലത്തെ ഒരു ദിവസം അവന് വഴക്ക് പറഞ്ഞാണ് പറഞ്ഞു വിട്ടത്, വേണ്ടിയിരുന്നില്ല. അപ്പൊ എന്താ, അതിൽ നിന്ന് മാറി, ആ കോപം എന്നുള്ള 150 നമ്മൾ മാറി. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്നും നിങ്ങളെ കുറിച്ച് തന്നെ ഒന്ന് ചിന്തിക്കാട്ടോ. ഇങ്ങനെയുള്ള ഒരു ടൈം, ഇങ്ങനെയുള്ള ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടോന്നത്. ദേഷ്യം നമുക്ക് വരും, കൺട്രോൾ ചെയ്യാൻ കഴിയും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് പ്രൈഡ്. പ്രൈഡ് എന്ന് പറഞ്ഞാല് അഹങ്കാരം. ഒന്ന് നോട്ട് ചെയ്യുക ഇനി മുതലുള്ളത്. ഇതുവരെ നിങ്ങൾ നോട്ട് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി മുതലിട്ട് 200 മുതലുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് നോക്കട്ടെ. 175 പ്രൈഡ്, അഹങ്കാരം. ഞാനാണ് ശരി, എന്റെ പിന്നെ ഞാൻ ചെയ്യുന്നതാണ് ശരി, ഞാൻ പിടിച്ച മുയലിന് 3 ചെവി എന്നുള്ള അഹങ്കാരം. ഈ അഹങ്കാരം ഇപ്പൊ ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞല്ലോ, നമ്മുടെ KSRTC-യില് പിന്നെ മൊബൈലൊക്കെ എടുത്തിട്ട് ആള് വണ്ടി നിർത്താൻ പറയണ്ടല്ലോ. എന്നിട്ട് ആള് വണ്ടി നിർത്താൻ ആളാണ് ആദ്യം മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ കണ്ടക്ടറിനെയും ഡ്രൈവറിനെയൊക്കെ മാറി മാറി എടുക്കുന്നത്. അപ്പൊ ആൾക്ക് അവിടെ മൊത്തം എന്താ പറയാ ഈ ഒരു സംഭവമാണുള്ളത്. അതായത് ആളുടെ ഒരു ഇതും കണ്ടാലും നമുക്ക് അങ്ങനെയാണ് തോന്നുക. ആള് എന്താണ്, ഞാനാണ് ശരി, ഞാൻ പറഞ്ഞു കൊടുത്ത് വണ്ടി നിർത്തണം, എന്റെയാണ് ആവശ്യം, എന്താ മറ്റുള്ളവരൊക്കെ നമ്മളെ സേവിക്കുന്ന ആളുകൾ എന്നുള്ള ഒരു മൊത്തത്തിൽ ഒരു അഹങ്കാരമുള്ള ആളുകൾ. നമ്മളിങ്ങനെ ചിന്തിക്കും, ഇവരെന്താ ഇങ്ങനെയൊക്കെ പറയണേ, ഇവരെന്താ ഇങ്ങനെയൊക്കെ പെരുമാറണേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ആളുടെ കോൺഷ്യസ് ലെവൽ അപ്പൊ എന്താണ്, പ്രൈഡിലാണ് നിൽക്കുന്നത്. പ്രൈഡിൽ നിൽക്കണോണ്ടാണ് ആൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. പ്രൈഡിൽ നിന്ന് മാറിയപ്പോൾ ആള് ഭയങ്കര സ്ലോ ആയിട്ട് ഭയങ്കര നല്ല രീതിയിൽ സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവണ്ടല്ലോ അല്ലെ പ്രൈഡ് വരെ. എന്നാലും നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയണ്ട, നമ്മളും ഉണ്ടാവും ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റിയിട്ട് അത് തെറ്റല്ല, അത് ന്യായീകരിക്കാൻ നടക്കും അല്ലെ. ആ ഒരു സ്റ്റേജിൽ നമ്മളും ഉണ്ടാവാം അല്ലെ. ചില സമയത്ത് നമ്മൾ അങ്ങനെ ഒരു അഹങ്കാരം കാണിക്കും ചില കാര്യങ്ങളിലൊക്കെ. ഓക്കെ അല്ലെ. അപ്പൊ അത് 175 അവിടെ നമ്മളുടെ എനർജി ലെവൽ കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ വളർച്ചയെ പൂർണ്ണമായിട്ടും തടസ്സപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. ദെൻ ഇനി വരാൻ പോകുന്നതാണ് 200 എന്ന് പറഞ്ഞാൽ 200 പറഞ്ഞ കറേജ്. ഇത്രയെങ്കിലും വേണമെന്നാണ് ഡേവിഡ് ഹോക്കിൻസ് പറയുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിന്റെ മാറ്റം, ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് വരുന്നത്, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതൊക്കെ കറേജ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ നമുക്ക് അല്ലെ. ഇപ്പൊ ഞാനിത് പറയാം, എന്താ ഇതിന് താഴെയുള്ളവരൊക്കെ വളരെ ദുർബലമായ ഇമോഷൻസ് ആണ്. അത് നമുക്കറിയാം, കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലേ. ഷെയിം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഫേസ് തന്നെ ഒരുമാതിരി ആയിപ്പോ. ഇതിന് മുകളിലുള്ള വികാരങ്ങൾ നമ്മളെ ശക്തരാക്കുകയും ചെയ്യും. ഇനി അങ്ങോട്ട് പറയാൻ പോണ വികാരങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇപ്പൊ ഈ കറേജിന് കുറെ ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ തൊട്ട് മുമ്പ് വന്നിരുന്ന ഒരു പ്രോബ്ലം ആണ് ഗ്യാസിന്റെ ബുദ്ധിമുട്ട് അല്ലെ. ഗ്യാസ് കണക്ഷൻ അതായത് പെട്ടെന്ന് കിട്ടില്ല, ഹോട്ടലുകൾക്കൊന്നും ഒട്ടും അന്ന് തന്നെയൊക്കെ വേണമല്ലോ, അവർക്കൊന്നും അത് സപ്ലൈ ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇവിടുത്തെ ഒരു ഇത് പറയുകയാണെങ്കിൽ, ഇവിടെ 2 റെസ്റ്റോറന്റുകളാണ് മെയിൻ ആയിട്ട് എല്ലാ ഫുഡും ഉള്ളത്. എല്ലാ സംഭവങ്ങളും മന്തി, അൽഫാം, അത് ഇത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള 2 എണ്ണാണ് ഉള്ളത്. അതിൽ ഒരാൾ എന്ത് ചെയ്തെന്നറിയോ, പെട്ടെന്ന് അടച്ച്, ഗ്യാസ് സിലിണ്ടറിന് ക്ഷാമം കാരണം ഹോട്ടൽ അടച്ച്. ആള് ബോർഡും തൂക്കി, പണിക്കാരൊക്കെ ഭായിമാരും മറ്റവരൊക്കെ ഇരുന്നു, എല്ലാരും സ്ഥലം കാലിയാക്കി. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ആൾ എന്താ ചെയ്തതെന്ന് വെച്ചാല്, ആള് ഒരു ലോഡ് വിറക് അങ്ങോട്ട് ഇറക്കി, 1-2 ഭായിമാരെ എക്സ്ട്രാ കൊടുന്ന് ഇവരെന്ത് ചെയ്തു,
ബാക്കി കാര്യങ്ങൾക്ക് അതായത് കുഴിമന്തി കുറേ ഐറ്റംസ് അറിയാലോ നിങ്ങൾക്ക്, ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ നമ്മുടെ ഫുഡായി. അതില് അതൊക്കെ നിർത്തലാക്കി വെറും ബിരിയാണി മാത്രമേ ഉള്ളൂ, ചിക്കൻ ഓർ ബീഫ് ബിരിയാണി മാത്രമേ ഉള്ളൂ. ആൾ എന്നിട്ട് അങ്ങനെ ചെയ്തപ്പോ എന്താന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയാലോ വേറെ എവിടെയും ഫുഡ് കിട്ടുന്നില്ല. പ്രത്യേകിച്ച് ജോലിക്കാരും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ മടിയുള്ളവരും ഒക്കെ എന്താ ചെയ്യാ, ഇപ്പൊ ഹോട്ടലിനെയാണ് കൂടുതൽ ആശ്രയിക്കുക അല്ലെ, പാർസൽ ഫുഡ് വാങ്ങിക്കൊണ്ടിരിക്കും. അപ്പം ഇവിടെ എന്താ വെച്ചാലും സ്വാഭാവികമായിട്ടും തിരക്ക് കൂടി. ബിരിയാണി എങ്കിൽ ബിരിയാണി, ഉച്ചക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ. എല്ലാവരും ഈ കടയിൽ ഭയങ്കര തിരക്ക്. പിന്നെ സീറ്റില്ല, ഇരിക്കാൻ സീറ്റില്ല. അപ്പോഴും ആൾ എന്ത് കണ്ട്, സീറ്റിംഗ് ഇല്ല എന്ന് എഴുതി വെച്ച്. കാരണം ഇരുന്ന് കഴിക്കലില്ല. കാരണം ഇരുന്ന് കഴിക്കുമ്പോൾ കൂടുതൽ പണിയാണ്, അവരുടെ പ്ലേറ്റ് കഴുകണം. ഇരിക്കാൻ ആളുകൾ ഒരു 20 ആൾ 30 ആളുകൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കാൻ സ്ഥലമില്ല, അവരിങ്ങനെ നിൽക്കും. ആളുകൾ മറ്റുള്ളവർ കഴിച്ചത് കഴിഞ്ഞ് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് തിരക്കൂട്ടിയിരിക്കും. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, സീറ്റിംഗും ആൾ എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. പകരം പാർസൽ മാത്രം, പാർസൽ ഫുഡ് ഓൺലി. ആളുകൾ വരണു, പാർസൽ വന്നു പോകുന്നു, വണ്ടികൾ ഇങ്ങനെ നമുക്കത് മനസ്സിലാകാൻ പറ്റും. കാരണം എന്താണ് ആ ഒരു അവസരം, അതിനെ അവസരാക്കിയ ഒരാൾ. അതായത് ഇതൊരു പ്രശ്നമായിരുന്നു അല്ലെ, നമുക്കൊക്കെ അറിയാം. നമുക്കൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു, ഗ്യാസ് തീർന്നാ കിട്ടൂലേ, വിറകെടുക്കേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ച് കറണ്ട് അടുപ്പൊക്കെ വാങ്ങിയവരൊക്കെ ഉണ്ട്. ഈ പ്രോബ്ലത്തെ കറേജിലുള്ള ഒരാൾ എന്ത് ചെയ്തു, അതിനൊരു അവസരമാക്കി. ആൾക്ക് ബിസിനസ് കൂടിയിട്ടുണ്ടാവില്ലേ, ബിസിനസ് കൂടിയാൽ ഇതേപോലെ ആളുകൾ ഇങ്ങനെ വരികയാണ്. സീറ്റ് അത്ര സീറ്റിംഗ് ഒന്നും ഇല്ലാത്തൊരു എന്താണ്, ഒരു 19 ആൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ, അത്രയുള്ള ഹോട്ടലുള്ളൂ. അവിടെ ഒരുപാട് ഹോട്ടൽ ഉള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യാറുണ്ട്. ചെറിയ ചെറിയ കുറെ ഹോട്ടലുണ്ട്. ഒരു ഇതെല്ലാം അടച്ചു. ഇയാൾ മാത്രം എന്ത് ചെയ്തു, സീറ്റിംഗ് ഇല്ലാതെ പാർസൽ മാത്രമാക്കി. ഇതിനും ആളുകൾ വരികയാണ്, എവിടെയെങ്കിലും പോയിരുന്ന് കഴിക്കാലോ, അവിടെ ഇരിക്കാൻ പറ്റില്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയാണെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ പുറത്ത് വേറെ എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാലോ എന്ന് വിചാരിച്ച ആളുകൾ പാർസലും. അപ്പൊ ഇതാണ് കറേജിലുള്ള ഒരു വ്യക്തിയും ഫിയർ സോണിലുള്ള ഒരു വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം. കാരണം ഫിയർ വന്നു, ഗ്യാസ് ഇല്ല, എന്ത് ചെയ്യും, വേഗം അടച്ചു. ആൾക്കാർ വന്നിട്ട് പൊട്ടിയില്ല എന്ന് പറയണെങ്കിൽ നല്ലത് അടക്കുകയാണെന്ന് വിചാരിച്ച ഒരാൾ. സെയിം ആളുകളാണ് അല്ലെ, സൊസൈറ്റിയിലുള്ള രണ്ടാളുകളാണ്, ഒരേ പ്രശ്നമാണ്. സെയിം ആളല്ല, ഒരേ പ്രശ്നമാണ്, വ്യത്യസ്ത ആളുകളാണ്. അവര് വ്യത്യസ്ത രീതിയിലാണ് പ്രതികരിച്ചത്. അപ്പൊ ഇതാണ് കറേജ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തും നേരിടും, കോൺഫിഡൻസ് ആണ്. എന്ത് സീറ്റ് ഇരിക്കാൻ സീറ്റ് ഇല്ലേ, എന്നാ പാർസൽ വാങ്ങിക്കോ, പാർസൽ വാങ്ങിപ്പോവാം, അതല്ലെങ്കിൽ വേണ്ട. അല്ലാതെ ചിലരിപ്പോ ഇരിക്കാൻ സീറ്റില്ല തല്ലുണ്ടാക്കുകയൊക്കെ ചെയ്യും അല്ലെ. അതൊക്കെ ഫേസ് ചെയ്യാൻ, എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ വരുമോ അത് മുൻകൂട്ടി കണ്ട് അവിടെ എന്താ എന്തെങ്കിലും ഡിസിഷൻ എടുക്കും. കറേജ് ഉള്ളവരും നമ്മൾ ശക്തരാക്കും അല്ലെ. ഇത് അടിപൊളിയല്ലേ. നിങ്ങൾ കറേജിലുണ്ടോ? ഇപ്പൊ കറേജിലാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. യെസ് കറേജിലാണോ? മാഡം. യെസ് യെസ്. അപ്പൊ കറേജിൽ അല്ലാത്തവര് ഒന്ന് ചിന്തിക്കുക, ഞാൻ ഈ ലെവലിലോട്ട് വരാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അതായത് ചലഞ്ചസിനെ നേരിടുക. എന്ത് ചലഞ്ചസ് വന്നാലും, ഇപ്പൊ എനിക്കൊരു ചാൻസ് കിട്ടിയാൽ ഞാൻ അവിടെ ചെയ്യും, പെർഫോം ചെയ്യും. ഡാൻസോ പാട്ടോ പ്രസന്റേഷനോ എന്താണോ, മറ്റുള്ളവർ എന്ത് പറയുന്നു ഞാൻ വിചാരിക്കണില്ല, ഞാനത് പ്രസന്റ് ചെയ്യും, എന്നിട്ട് ഇമ്പ്രൂവ് ആവും. ഇനിയിപ്പോ അവിടുന്ന് വന്നു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഓക്കെ ഞാൻ റെഡിയാക്കാം എന്ന് പറയും. ഓക്കെ, അങ്ങനെ തളർന്നു പോകരുത് എന്ന രീതിയിൽ. ഈ ഒരു സ്റ്റേജിലുള്ളവർ ഒരിക്കലും തളരില്ല. ഇപ്പൊ നമുക്ക് അറിയാം, റിയാലിറ്റി ഷോകളിലൊക്കെ അവര് നന്നായിട്ട് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ നെഗറ്റീവ്സ് ഒക്കെ പറയും. അതൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്തിട്ട് ആണ് വിൻ ചെയ്യുന്നത്. അപ്പം ഈ കറേജിലല്ലാത്തവര് ഇത് കേൾക്കുമ്പോൾ ഡൗൺ ആവും, പിന്നെ ഞാൻ ഈ ആ പരിപാടിക്ക് പോണില്ല എന്ന് പറഞ്ഞ് നിർത്തും. അങ്ങനെ ആവരുത് എന്നാണ് പറയും. ഓക്കെ, സാംസങ് ഒന്ന് mute ചെയ്യട്ടെ. സാംസങ്, ഹലോ, സാംസങ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്ന, സ്വന്തം പേരെന്താണെന്ന് അറിയില്ല. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ആണ് ന്യൂട്രാലിറ്റി. 250 വരുമ്പോ ന്യൂട്രാലിറ്റി ആണ്. അതായത് ഒക്കെ ശരിയാവും എന്നുള്ളൊരു മനസ്സ്. അതായത് ആ ഒന്നുമില്ല, ഇപ്പൊ നമ്മളോട് ഡിസിഷൻ ചോദിക്കുകയാണെങ്കിൽ അവരും ആ സമയത്തും അവരെന്ത് ചെയ്യില്ല, അവര് അതിനെ കുറിച്ച് വ്യക്തമായിട്ടൊന്നും പറയില്ല. ഒക്കെ ശരിയാവുമായിരിക്കും, ഒക്കെ അതും ശരിയാ ഇതും ശരിയാ എന്നുള്ള രീതിയിൽ ഒരു നിഷ്പക്ഷത പുലർത്തുന്ന ആളുകളുണ്ട്. ഇങ്ങനത്തെ ആളുകളിലും ഇത് പ്രശ്നമാണെന്നല്ല, ഇവിടെ ഒരു പ്രോബ്ലം ഒക്കെ വരുമ്പോ ഇപ്പൊ ഇതില് പറയട്ടെ, ഒരു മദറിലോയും മരുമോളും തമ്മിലുള്ള ഇഷ്യൂസിന്റെ ഇടയിലൊക്കെ പെട്ടുപോണവർ ഈ ഒരു നിഷ്പക്ഷത പുലർത്താറുണ്ട്. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോ അവര് എന്താ പറയാ, രണ്ടാളെ ഭാഗത്തും ശരിയാണ്, രണ്ടാളും പറയുന്നത് ശരിയാണ് എന്നുള്ള രീതിയിൽ നിൽക്കും. അതെന്താണ്, അതത്ര മോശം എന്നല്ല, പക്ഷെ ഇവിടെ ഒരു പ്രോബ്ലം, ഒരു വലിയ വഴക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചിലപ്പോ ഇങ്ങനെ നിൽക്കാറുണ്ട്. അത് ശരിയാവുമായിരിക്കാം എന്നുള്ള രീതിയിൽ. അതത്ര തെറ്റല്ല, പക്ഷെ എപ്പോഴും ഇങ്ങനെ ഒരു നിഷ്പക്ഷത പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് നമുക്കപ്പോ അവിടെ പഠിക്കാം.
ഇവിടെ എന്താണ് സംഭവം, ഈ ഒരു കാര്യം എന്നല്ല, എന്തിലും ഈ ഒരു ഇപ്പൊ നമ്മളെ ബോസ് ചീത്ത പറഞ്ഞു, ഇപ്പൊ ബോസ് ഏതോ ഒരു ലെവലിലാണ് നിൽക്കുന്നത്, അതെന്താണ്, ഇത് ശരിയാവും, ഇന്ന് മനസ്സിലാക്കും ആള് എന്നുള്ള രീതിയിലും നമുക്ക് പ്രതികരിക്കാതിരിക്കാം. അപ്പൊ അതാണ് അവിടെ വരുന്നത്, ഒരു നിഷ്പക്ഷത മനോഭാവം. അങ്ങനെ ആളുകൾ പൊതുവെ കൂളായിരിക്കും, അവർക്ക് ദേഷ്യം പെട്ടെന്നൊന്നും വരൂല. അവർക്ക് എപ്പോഴും ഒരു ഹോപ്പ് ഉണ്ടാവും, ഇത് ശരിയാവും. ഇപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം വിഷമമുള്ള സംഭവമാണെങ്കിലും പ്രതീക്ഷിക്കാണ്. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ ജീവിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ലൈഫ് അടിപൊളിയാവും, നല്ല സമാധാനം വരും, സന്തോഷം വരും എന്നുള്ള രീതിയിലാണ് ഓരോരുത്തരും, അതായത് പ്രതീക്ഷയാണ് നമ്മൾ ജീവിപ്പിക്കുന്നത്. ഇപ്പൊ എന്തോ ആവട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കും, അതാണ് പറയുന്നത്. അപ്പൊ അവര് നമ്മൾ സ്വയം വളരാനും നമ്മൾ എന്താണ് ഇതിന് ചേഞ്ച് ചെയ്യേണ്ടത്, ഒരു പ്രോബ്ലം വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഇനി ബിഹേവ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ പഠിക്കും. അങ്ങനത്തെ ആളുകളാണ് ന്യൂട്രാലിറ്റി കാണിക്കുന്നത്. ദെൻ 310 വില്ലിങ്നെസ് വരുമ്പോൾ ഇവിടെ എന്താണ്, എനിക്ക് പഠിക്കണം, എനിക്ക് വളരണം, എന്തൊരു സംഭവം ചെറുത് കിട്ടിയാലും ഒരു ചെറിയ എന്തിനെങ്കിലും കുറിച്ചൊരു ചർച്ച വരികയാണെങ്കിൽ അതെങ്ങനെയാണ്, എനിക്ക് അതിനെക്കുറിച്ച് പഠിക്കണം, എനിക്കത് മനസ്സിലാക്കണം, എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ ഈ കോച്ചിങ് ഫീൽഡിലാണെങ്കിൽ എ അറിയാലോ, ഉപയോഗിച്ച് നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം, ഉപയോഗിച്ച് നമുക്ക് എല്ലാം ചെയ്യാം. അപ്പൊ അത് അറിയാത്തവരിതിങ്ങനെ എന്താണ് എങ്ങനെയാണ് അന്വേഷിച്ച് ചോദിച്ചറിഞ്ഞ് നമ്മൾ എന്താണ് നമ്മളെ ലൈഫ് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടുള്ള ടൂൾ. എയിനെ പേടിക്കുന്നവരുണ്ട്, വന്ന് എന്റെ ജോലി പോവോ, വന്നു എല്ലാം റീപ്ലേസ് ആവോ എന്ന് പേടിക്കുന്നവരുണ്ട്. ഈ പേടി മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു വില്ലിങ് അത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫീൽഡിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുക. അത് ഈ ഒരു 310 എങ്കിലും വരുന്നവർക്കുള്ള അങ്ങനെ ചിന്തിക്കാൻ കഴിയും. അല്ലാത്തൊരു ഫിയർ സോണിലായിരിക്കും, അവരിങ്ങനെ പേടിക്കും. വന്നപ്പോ എഡിറ്റിംഗ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാം. പണ്ടൊക്കെ എഡിറ്റർ ഉപയോഗിച്ച് ഒരു പോസ്റ്റർ ഒക്കെ ഇടണമെങ്കിൽ എഡിറ്ററെ വിളിച്ച് അവർക്ക് ഒരു 10-250 രൂപ കൊടുത്ത് അവരുടെ എത്ര ടൈം സ്പെൻഡ് ചെയ്താണ് അവർക്ക് അത് എഡിറ്റ് ചെയ്ത് വന്നിരുന്നത്. ഇന്ന് നമുക്ക് ജസ്റ്റ് നമ്മുടെ പ്രോംപ്റ്റ് കാര്യങ്ങൾ കൊടുക്കുക, നമുക്ക് ചാറ്റ് ജെമിനിയോ ഒക്കെ വേണമെങ്കിലും അത് ക്രിയേറ്റ് ചെയ്ത് തരും അല്ലേ. പക്ഷെ നമുക്ക് മനസ്സിലാവും ചാറ്റ് ക്രിയേറ്റ് ചെയ്തതും ഒരാള് ക്രിയേറ്റ് ചെയ്തതും തമ്മിൽ നല്ല മാറ്റമുണ്ട്. അപ്പൊ നമ്മൾ അത് വേണ്ടവർ അത് തന്നെ ചൂസ് ചെയ്യും, അതറിയാം. പക്ഷെ ഇവിടെ പേടിക്കേണ്ട കാര്യമില്ല. അതേപോലെ യൂസ് ചെയ്ത് നമുക്ക് ഇതുപോലെ പ്രസന്റേഷൻ നടത്താം. പക്ഷെ ക്ക് ആളുകളുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റുമോ, ആളുകളെ ഹഗ് ചെയ്യാൻ പറ്റുമോ, അവരെ ഒന്ന് തൊട്ട് ആശ്വസിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഇതൊക്കെ നമുക്ക് മാത്രം, മനുഷ്യർക്ക് മാത്രമേ കഴിവുള്ളൂ. അപ്പൊ അതൊക്കെ ആലോചിച്ചാൽ നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ല. പലരും പറയണ കേട്ടിട്ടുണ്ട് വരുവാണ് നമ്മുടെ ജോലി പോവും എന്നൊക്കെ. അപ്പൊ ഇവിടെ ഈ ഒരു ഫിയർ സോൺ വേണ്ട. പഠിക്കുക, കുറിച്ച് പഠിക്കുക. ഉപയോഗിച്ച് എന്റെ ലൈഫിൽ എന്ത് മാറ്റം വരും, എന്റെ ബിസിനസ്സിൽ, എന്റെ കരിയറിൽ എന്ത് മാറ്റം വരുത്താൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കുക. ഓക്കെ, എവിടെയും ഓപ്പർച്യൂണിറ്റി കാണും. അതാണ് വില്ലിങ്നെസ്. ദെൻ 350 വരുമ്പോൾ അക്സെപ്റ്റൻസ് ആണ്. എന്തും സ്വീകരിക്കാം. അക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം എന്റേതാണ്. ആ ഒരു ചിന്തയാണ് ശക്തമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ അത് നമുക്ക് തരും. കാരണം അവിടെ എന്ത് പ്രശ്നം നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യും. അവൻ അങ്ങനെ ചെയ്തു, അവൾ അങ്ങനെ ചെയ്തു, അവൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ്, അവൻ തെറി പറഞ്ഞുകൊണ്ടാണ് ഞാനും തിരിച്ചു പറഞ്ഞത്, അവൻ ദേഷ്യപ്പെട്ടപ്പോൾ ഞാനും തിരിച്ച് ദേഷ്യപ്പെട്ടു എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതല്ല നമ്മുടെ ഉത്തരവാദിത്തം, എന്റെ ലൈഫിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കാം. ഞാനൊരു മദർ ആണെങ്കിൽ എനിക്ക് എന്തൊക്കെ ഉത്തരവാദിത്തം ഉണ്ട്, അത് ഞാൻ നിറവേറ്റുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. എന്നിട്ട് വേണം ഭർത്താവിന് കുറ്റം പറയാൻ. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളൊരു ബിസിനസ്സിൽ നിങ്ങളുടെ പൊസിഷൻ ഏതാണ്, എന്നിട്ട് ആ പൊസിഷൻ നിങ്ങൾ ചെയ്യുന്ന ആ സമയത്തുള്ള ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ കീഴിലുള്ളവരെ നിങ്ങൾ വഴക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ബോസ് നിങ്ങളെ ചീത്ത പറയുമ്പോൾ നിങ്ങൾ ബോസിനോട് പരാതി പറയാൻ പാടില്ല. കാരണം നിങ്ങൾ ചെയ്തതെല്ലാം നിങ്ങൾ ഉത്തരവാദിത്തത്തോടു കൂടി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചിട്ടുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. അക്സെപ്റ്റ് ചെയ്യുക. ഇനി വഴക്ക് കേട്ടാലും അതും അക്സെപ്റ്റ് ചെയ്യുക. ഞാനത് ചെയ്യാത്തത് കൊണ്ടാണ്, ഞാൻ അവിടെ ഫാൾട്ട് വരുത്തിയത് കൊണ്ടാണ് എനിക്കിത് കേൾക്കേണ്ടി വന്നത് എന്നുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് അക്സെപ്റ്റൻസ്. ദെൻ റീസൺ എന്ന് പറയുമ്പോൾ യുക്തിക്ക് നിരക്കാത്തതൊന്നും വ്യക്തമായിട്ട് ചിന്തിച്ച് യുക്തിപരമായി, ഇപ്പൊ നമ്മൾ ആൽബർട്ട് ഐൻസ്റ്റീൻ തലയില് ആപ്പിള് വീണപ്പോ ഒരുപാട് ചിന്തിച്ച് ഇതെന്തുകൊണ്ട് തലയിൽ താഴോട്ട് വീണു, എന്തുകൊണ്ട് മുകളിലോട്ട് പോയില്ല എന്നൊക്കെ ചിന്തിച്ചിട്ട് എന്താണ് ആള് കണ്ടെത്തിയില്ലേ, ഗ്രാവിറ്റി കണ്ടെത്തി. ഇതാണ് യുക്തിപരമായിട്ട് ചിന്തിക്കുക, യുക്തിപരമായിട്ട് തീരുമാനം എടുക്കുക. അങ്ങനെ ആളുകൾ ഉണ്ടാവും. ഇപ്പൊ വിശ്വാസമൊന്നും ഇല്ലാത്തവര്, അതായത് ദൈവത്തിലേക്ക് വിശ്വാസം ഇല്ലാത്തവരൊക്കെ യുക്തിവാദികളാണ്. കാരണം അവർക്ക് യുക്തിക്ക് നിരക്കുന്നില്ല. ദൈവത്തിൽ എന്ന് പറയുമ്പോൾ ഇതുവരെ ആരും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ പല പല റീസൺ അവർ പറയും. അപ്പൊ അത് യുക്തിപരമായി ചിന്തിക്കുന്നവർ അങ്ങനെയാണ്, അത് നമ്മൾ മനസ്സിലാക്കാം.
ദെൻ ഇനിയാണ് വരുന്നത് കറേജ്. കറേജ് എന്ന് പറയുമ്പോൾ സോറി 400 വരെയല്ലേ പറഞ്ഞോളൂ. സ്നേഹം, അതായത് 500 കേട്ടോ. ഇനി വരുന്നതാണ് 500, 500ലാണ്. അൺകണ്ടീഷണൽ ലവ്, വെറും സ്നേഹമല്ല, അൺകണ്ടീഷണൽ ലവ് ആണ് പറയുന്നത്. അൺകണ്ടീഷണൽ ലവിനെ കുറിച്ച് നിങ്ങൾ പിന്നെ കൂടുതലൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നു. അത് വരുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ സ്നേഹം അൺകണ്ടീഷണൽ ആണോ എന്നൊന്ന് ചിന്തിക്കാം. ഈ അൺകണ്ടീഷണൽ ലവ് ഉള്ളവരെ എങ്ങനെയാണെന്നറിയോ? എല്ലാവരെയും കരുണയോടെയും സഹാനുഭൂതിയോടെയും ക്ഷമയോടെയും ഒക്കെയാണ് അവർ സ്വീകരിക്കുന്നത്. എല്ലാ ആളുകളോടും. അതായത് ഇതിലൊരു എക്സാമ്പിൾ പറയാനുള്ളത് നമ്മുടെ മദർ തെരേസ. തെരുവുകളിലെ കുഷ്ഠരോഗികളോട് വരെ ആളെന്തായിരുന്നു? ഭയങ്കര കൈൻഡായിരുന്നു. ആൾക്ക് മരണഭയമില്ല. നമുക്കൊക്കെ മരണഭയം, കൊറോണ വന്നപ്പോ അറിയാലോ നമ്മളൊക്കെ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്. ആ ഒരു ഭയം പോലും ഇല്ലാതെ അയാള് അൺകണ്ടീഷൻ ഈ തെരുവിലെ കുഷ്ഠരോഗികളെ നോക്കിയിട്ട് ഈ മദർ തെരേസക്ക് വല്ലതും കിട്ടുമോ? വല്ല കാശോ എന്തെങ്കിലും കിട്ടുമോ? ഇല്ലല്ലോ. ആള് പക്ഷെ ഒന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കാതെ, ഇങ്ങോട്ട് തരാൻ കഴിവില്ലാത്ത ആളുകളെയാണ് ആള് ഹെൽപ്പ് ചെയ്തിരുന്നത്. അപ്പൊ ഈ ഒരു ലെവലിലോട്ട് എത്തിക്കഴിഞ്ഞാൽ, നമ്മളൊക്കെ എത്തിക്കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. ആ സമയം അപ്പുറത്താണെങ്കിൽ വലിയ വിഷമം ഉണ്ടാവില്ല, അതിൽ ഇച്ചിരി കുറവായിരിക്കും. കാരണം അപ്പുറത്തെ വീട്ടിലെ കുട്ടിയല്ലേ, നമ്മുടെ കുട്ടിയല്ലല്ലോ, നമ്മളെ ഇതല്ലല്ലോ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരില്ല, ഒരു സ്വാർത്ഥ മനോഭാവം. അതില്ലാതിരിക്കണം ഈ അൺകണ്ടീഷണൽ ആവുമ്പോൾ. നമ്മുടെ മനുഷ്യന്മാരോടും മൃഗങ്ങളോടും പക്ഷികളോടും ഭൂമിനോട് വരെ നല്ല രീതിയിൽ പ്ലാസ്റ്റിക് ഒന്നും ഇടാതെ ഒരു അത്രയും കെയർ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ. അവിടെ അൺകണ്ടീഷണലി ലവ് ആണ്. കിളികൾക്കൊക്കെ ഫുഡ് കൊടുക്കുന്ന, തെരുവ് പട്ടികളെ ഭക്ഷണം കൊടുക്കുന്ന, ഇങ്ങനെ ചിന്തിക്കുക. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ? നിങ്ങളുടെ മക്കളെ പോലെ അപ്പുറത്ത് ഫാമിലി ഉണ്ട്, അവർ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ചോദിക്കാണ്ട് തന്നെ കണ്ട് മനസ്സിലാക്കി ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇങ്ങനെയുള്ളവരാണെങ്കിൽ ഇവിടെയാണ് കിടക്കുന്നത്. അതായത് അൺകണ്ടീഷണൽ ലവ്, വെറും ലവ് അല്ല കേട്ടോ. അൺകണ്ടീഷണൽ, വെറും ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹം എല്ലാവർക്കും ഉണ്ടാവും. പർട്ടിക്കുലർ ആളുകളോട്, നമ്മളെ ഓപ്പോസിറ്റുള്ള നമ്മുടെ ഫ്രണ്ട്സിനോട്. അതും നമുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അതിലൊരു ഫ്രണ്ട്സിനെ കയറ്റി നമുക്ക് കൂടുതൽ ഇഷ്ടം. അവരെന്തെങ്കിലും നമ്മളെ ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. അപ്പൊ ഒന്ന് ചിന്തിക്കുക, എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അവരെ ഇഷ്ടപ്പെടുന്നത്? അവർ നല്ല ക്യാരക്ടർ കൊണ്ടാണോ, അതോ നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തത് കൊണ്ടാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. ഇങ്ങോട്ട് കിട്ടിയും, അതായത് ഇങ്ങോട്ട് കിട്ടും എന്ന് അറിഞ്ഞുകൊണ്ടാണോ നിങ്ങൾ അങ്ങോട്ട് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് ചിന്തിക്കുക കേട്ടോ. അപ്പൊ മനസ്സിലാവും നിങ്ങൾ അൺകണ്ടീഷണൽ ആണോ അല്ലേന്ന്. അൺകണ്ടീഷണൽ ആകുമ്പോൾ നമ്മുടെ പ്രതിഫലം പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ, അങ്ങനത്തെ വ്യക്തികളെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. അത് ഈ പൂച്ചക്ക് ഫുഡ് കൊടുക്കുമ്പോ, പട്ടിക്ക് ഫുഡ് കൊടുക്കുമ്പോഴൊക്കെ തിരിച്ചൊന്നും കിട്ടണില്ല അല്ലെ. അവിടെയും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അൺകണ്ടീഷണൽ ലവ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് ആണ് ജോയ്. ജോയ് എന്ന് പറഞ്ഞാല് ആനന്ദം, ഉള്ളിൽ നിന്ന് ഒരു ആനന്ദം വരിക. പുറത്ത് എന്തൊക്കെ പ്രോബ്ലംസ് ആണെങ്കിൽ, പുറത്ത് ഭയങ്കര പ്രോബ്ലംസ് ആയിരിക്കാം, ഫാമിലിയോ അല്ലെങ്കിൽ പാരന്റ്സോ അല്ലെങ്കിൽ കരിയറിലോ ജോലി സ്ഥലത്തോ ഒക്കെ പ്രോബ്ലംസ് ഉണ്ടാവാം. ചിലപ്പോൾ വീടുണ്ടാവില്ല, ചിലപ്പോൾ ഒന്നും നമുക്ക് നമ്മൾ ആഗ്രഹിച്ച പോലെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും, ചെറ്റക്കുടിലാണെങ്കിലും അവിടെയും സന്തോഷം കണ്ടെത്തുക. ഇല്ലത് ഫുഡ് ചെറിയ എന്തെങ്കിലും ചോറ് കറികളൊക്കെ ആണെങ്കിൽ ആ ഒരു ഇതിലും, അത് ചില ആളുകളൊക്കെ അങ്ങനെ ജീവിക്കുന്ന കണ്ടിട്ടുണ്ട്. വളരെ ഇപ്പോഴത്തെ ഒരു ആധുനിക സൗകര്യങ്ങളൊന്നും അവരുടെ വീട്ടിലില്ലെങ്കിലും അവർക്ക് എന്തുണ്ടാവും? സന്തോഷവും സമാധാനവും ഉണ്ടാവും. ആ ഒരു ജോയ് ഉള്ളിൽ നിന്നാണ്, അവരുടെ ഉള്ളിൽ നിന്നാണ് ആ ജോയ് വരുന്നത്, സന്തോഷം വരുന്നത്. അതാണ് പറയുന്നത് ഈ 500ന്റെ അവിടുന്ന് അങ്ങോട്ട് നമുക്കൊക്കെ എത്താൻ പറ്റുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഹൈ ലെവലായി. കാരണം നമുക്ക് വീട് വേണം, നമുക്ക് കാർ വേണം, നമുക്ക് ജോലിക്കാർ വേണം, വാഷിംഗ് മെഷീൻ, എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടെങ്കിലാണ് നമുക്ക് സന്തോഷം വരുന്നത് അല്ലെ. നമുക്ക് കറണ്ട് അങ്ങോട്ട് പോയാൽ നമ്മൾ ഡൗൺ ആവും. കറണ്ട് പോയി, കറണ്ട് ഇനി എപ്പോഴാ വരിക, തേങ്ങ ചിരകണം, തേങ്ങ അരക്കണം, തേങ്ങ അതാക്കണം, ഇങ്ങനെ ആലോചിച്ച് നമുക്ക് ആ ടെൻഷനും ആദ്യം അന്നത്തെ ദിവസം പോകും. കറണ്ട് വന്നില്ലെങ്കിൽ നമ്മുടെ ദിവസം നമ്മളൊന്നും ചെയ്യൂല, അവിടെ മടി പിടിച്ച് കിടക്കും ചെയ്യും. പക്ഷെ ഇവിടെ ഒന്നും ഇല്ലെങ്കിലും, ചെറ്റക്കുടിയിലാണെങ്കിൽ കഴിക്കാൻ മതിയായ ഫ്രൂട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ചെറുതായിട്ട് കിട്ടിയാലും അവിടെയും സന്തോഷം കണ്ടെത്തുന്ന കുറച്ച് ആളുകളുണ്ട്. അവർക്ക് ലൈഫ് ഒരു അനുഗ്രഹമാണ്. ആയുസ്സുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട് അല്ലെ, ആരോഗ്യമുണ്ട്, എന്റെ ആരോഗ്യത്തിന് പ്രത്യേകിച്ചൊന്നും പറ്റിയിട്ടില്ല എന്നുള്ള രീതിയിൽ അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ട്. പുറത്തെ ഒരു സംഭവവും അവരെ ബാധിക്കില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഉദാഹരണം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമോ? മഹർഷിമാരോ അങ്ങനെ മുനിമാരൊക്കെ പണ്ട് അങ്ങനെ ജീവിച്ചിരുന്നു എന്ന് പറയാം. ഇപ്പൊ ഒന്നും ആരെയും എനിക്ക് തോന്നണില്ല. ഇപ്പൊ എടുത്തു പറയാൻ ആരെയും ഈ ഒരു എക്സാമ്പിൾ പറയാന് ഇല്ല. ഇങ്ങനെയുള്ള ആളുകൾ എപ്പോഴും മെറ്റീരിയലിസ്റ്റിക് ആണ്. നമ്മൾ അത് വേണം ഇത് വേണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ
തോട്ട് എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. ദെൻ നെക്സ്റ്റ് ആണ് ജോയ് കഴിഞ്ഞാലും പിന്നെ പീസിലാണ്, സമാധാനം. എന്താണ് സമാധാനം വരുമ്പോ പിന്നെ അവിടെ എന്താ, നമ്മുടെ ഉള്ളിൽ തന്നെ എല്ലാം നമ്മൾ പൂർണ്ണരാവും. നമുക്ക് പുറത്തൊന്നില്ലെങ്കിലും നമുക്ക് ഉള്ളിൽ സമാധാനം ഉണ്ട്. നമ്മുടെ ലൈഫ് ഒരു ശാന്തമായിട്ട്, ഒരു പേടിയില്ലാതെ ഒരു പൂർണ്ണതയിലെത്തി, നമ്മൾ ഒരു പീസിലെത്തി. അതിൽ ഉദാഹരണം പറയുന്നത് രമണ മഹർഷിനെ പറയുന്നുണ്ട്. രമണ മഹർഷി ഒക്കെ അവരുടെ ജീവിതങ്ങൾ നിരീക്ഷിച്ച ആളുകളായിരിക്കാം ആ കാലഘട്ടത്തിൽ. അവരൊക്കെ ആ ഒരു രീതിയിലാണ് ജീവിച്ചിരുന്നത്. അവരുടെ ലൈഫൊക്കെ പൂർണ്ണമായി എന്നുള്ള രീതിയിൽ ഉള്ളിലൊരു പീസ് കൊണ്ടു നടക്കുന്ന ആളുകൾ. സമാധാനം. ഇപ്പൊ ഇന്നാള് ക്ലാസ്സിൽ എല്ലാവരും ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു എന്താ വേണ്ടത്, തീവ്രമായി ആഗ്രഹിക്കുന്നത് എന്താ വെച്ചപ്പോ സമാധാനം സന്തോഷമാണെന്നത്. അപ്പൊ മനസ്സിലായല്ലോ, എന്തില്ലെങ്കിലും സമാധാനം സന്തോഷത്തോടു കൂടി ഇരിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മളെ മനസ്സിലാക്കണം, നമ്മുടെ കോൺഷ്യസ് ലെവല് മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് 700 മുതൽ 1000 വരെ, അതായത് എൻലിച്ച്മെന്റ് എന്ന് പറയും. അങ്ങനെ പറഞ്ഞാല് പ്രബുദ്ധത. അതായത് ഈ ഒരു ഏറ്റവും മുകളിലുള്ള ഏറ്റവും ഹൈ ഫ്രീക്വൻസി ലെവലുള്ള ആളുകളാണിത്. അവിടെ എന്താണ്, ഒരു ഏകത്വ ഭാവം വരും. അതായത് ഞാനും ഈ പ്രപഞ്ചമൊക്കെ ഒന്നാണ് എന്നുള്ള ഒരു തോട്ട് വരിക. എല്ലാം ഒന്നാണ്, ഏകത്വ ബോധം, വൺനെസ് എന്ന് പറയില്ലേ അത്. അവിടെ അഹങ്കാരം ഇല്ല, ഒന്നുമില്ല, അനന്തമായിട്ട് അൺകണ്ടീഷൻ ആയിട്ട് സ്നേഹവും സമാധാനവും മാത്രമേ ഉള്ളൂ. ഇവിടെ പറയുന്നത് ജീസസ് ക്രിസ്റ്റ്, പിന്നെ ക്രിസ്തു ദേവൻ, അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധൻ, ശങ്കരാചാര്യർ, ഇവരൊക്കെ ഈ ഒരു ടൈപ്പാണ് ജീവിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. ഉയർന്ന ആത്മീയ ബോധം, ഏകത്വ ബോധം, മറ്റുള്ളവർ എന്ത് ചെയ്താലും അവരെ ബാധിക്കാതെ. അതുകൊണ്ടാണ് കുരിശിലേറ്റപ്പെട്ടതെന്നൊക്കെ അറിയാലോ. അപ്പൊ ഇങ്ങനെ ആ ഒരു ലെവലിലേക്കൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്താൻ പറ്റുമോ ഈ ഒരു സിറ്റുവേഷനിൽ എന്ന് അറിയില്ല. പക്ഷെ ശ്രമിക്കാം നമുക്ക്, അല്ലെ? ശ്രമിച്ചു നോക്കാം. ഒരു എൻലിസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പുതിയ ആളാവല്ല ചെയ്യണേ. യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് നമ്മൾ തിരിച്ചറിയാം. നമ്മൾ ഏത് സ്റ്റേജിലാണ്, നമ്മൾ എങ്ങോട്ട് പോകണം, എങ്ങനെയാണ് നമ്മൾ പെരുമാറുന്നത് മറ്റുള്ളവരോട്, എന്താണ് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ടോ, ഇതൊക്കെ തിരിച്ചറിയാം. ഇതാണ് വേണ്ടത്. ഇവിടെ ഒരു കംപ്ലീറ്റ് പീസ് നമുക്ക് വരും. നമ്മളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളൊരു നമുക്ക് ഉള്ളിൽ നിന്ന് ഒരു സമാധാനം വരും. അതുപോലെ തന്നെ ഒരു ഒരു ഏകത്വ മനോഭാവം എന്ന് പറയും. അതായത് വൺനെസ് വിത്ത് ഓൾ ലൈഫിൽ എന്ത് സംഭവം വന്നാലും അതൊരു ഒരു ഏകത്വ ബോധം എന്ന് പറയില്ലേ നമ്മള്. അങ്ങനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാന്നറിയില്ല. മീൻസ് ആ ഒരു സ്റ്റേജിലല്ല ഞാൻ. നിങ്ങളൊക്കെ ആ ഒരു സ്റ്റേജിലാവുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവുമായിരിക്കും. കാരണം ഒരു ഉയർന്ന ഇപ്പൊ എന്ന് പറഞ്ഞാല് ആത്മീയത ഉള്ളവരും അങ്ങനെയൊന്നും ഇതില്ല. ഇപ്പം ബുദ്ധൻ എന്ന് പറഞ്ഞാല് ഒരുപാട് സുഖ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ആളതൊക്കെ ഉപേക്ഷിച്ച് പോയ ആളുകളാണ്, അല്ലെ? പോയ ഒരു മരത്തിന്റെ താഴെയൊക്കെയാണ് ആള് ജീവിച്ചിരുന്നത്. അത് ഏത് സമയത്ത് ഒരു രാജാവിനെ പോലെ എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിക്കാൻ പറ്റുന്ന ആ കാലഘട്ടത്തിലും ഭൗതിക സുഖങ്ങളൊന്നും വേണ്ടാന്ന് വെച്ച് ആത്മീയതയിലേക്ക് പോയാണ്. ഇപ്പൊ ബുദ്ധനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇത് മനസ്സിലാവും. ഈ ഒരു എനർജി ലെവൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫ്രീക്വൻസി 0 to നമ്മൾ ഷെയ്മിന്ന് ഇപ്പൊ എവിടെ എത്തി, എൻലൈറ്റ്മെന്റിലെത്തി. അപ്പൊ ഇത്രയാണ് ഈ ഒരു കോൺഷ്യസ്നെസ് ലെവൽ എന്ന് പറയുന്നത്. എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? നിങ്ങളുടെ ബോധതലം തിരിച്ചറിയാം. എല്ലാരും കമന്റ് ചെയ്തോ, ഞാനിത് ക്ലോസ് ചെയ്തതിനു ശേഷം നോക്കാം. ഇപ്പൊ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? ഇപ്പോഴാണ് ചോദിക്കുന്നത് കേട്ടോ, ഇന്നലെയോ ഇന്നോ ഒന്നുമല്ല. ഇപ്പൊ നിങ്ങൾ എവിടെയാണ്? നിങ്ങളെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഫിയർ ആണോ, ഗിൽറ്റ് ആണോ, ലവ് ആണോ, ഹാങ്കർ ആണോ, കറേജ് ആണോ, ജോയ് ആണോ? നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെയാണ്? ഏതോ ഫുൾ ടൈം നിങ്ങൾ അതിൽ നിൽക്കോ? അതായത് ദേഷ്യത്തിലാണെങ്കിൽ നിങ്ങൾ ഫുൾ ടൈം ദേഷ്യത്തിൽ നിൽക്കോ? അതല്ല നിങ്ങൾ ഇങ്ങനെ മാറി 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 വരും. അവിടുന്ന് ധൈര്യത്തേക്ക് പോകും, സന്തോഷത്തേക്ക് പോകും, പിന്നെയും കുറ്റബോധത്തേക്ക് വരും, അതല്ലെങ്കിൽ പിന്നെയും പേടിയിലോട്ട് വരും. എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം ഒരു ദിവസം എങ്ങനെയാണ് എന്നുള്ളത് ഒന്നൊന്ന് ആലോചിക്കുക. സ്വന്തത്തിൽ, മറ്റുള്ളവരെ കുറിച്ചല്ല, മദറിലോ പാർട്ട്ണറോ ഭർത്താവോ ഭാര്യയോ ഒന്നുമല്ല. നിങ്ങൾ എങ്ങനെയാണ് എന്നൊന്ന് ഒരു മിനിറ്റ് ഒന്ന് സമയം എടുത്തിട്ട് ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ ഒരു ദിവസം ഇപ്പൊ ഇന്ന് ചിന്തിക്കുക. അപ്പൊ ഇന്ന് എന്തായാലും എല്ലാരും നല്ല ഒരു അത്യാവശ്യം ജോയ്ഫുൾ മൂഡിലായിരിക്കും, അല്ലെ? കാരണം നമുക്കറിയാം ഇപ്പോ രാവിലെയാണ്, മോർണിംഗ് ആണ്, റിഫ്രഷ് ആണ്, മെഡിറ്റേഷൻ കഴിഞ്ഞു, നല്ലൊരു സെഷൻ കിട്ടി, നിങ്ങൾ ഹാപ്പിയാണ് ഇതിലുള്ളവരൊക്കെ. പക്ഷെ ഇനി അല്ലെങ്കിൽ ഇന്നലെ എങ്ങനെയായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കാം നിങ്ങൾ പെരുമാറുക? ഓക്കെ, ചിന്തിച്ചു കഴിഞ്ഞെങ്കിൽ
ഒന്ന് ടൈപ്പ് ചെയ്തിടുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ബോധം തലം ഉയർത്താനുള്ള, അപ്പൊ എവിടെയെന്ന് മനസ്സിലായി അവിടുന്ന് ഉയർത്താനുള്ള മാർഗങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങൾ ഈ ഒരു സെഷൻ, മുമ്പത്തെ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തെങ്കിൽ വളരെ ഈസിയാണ്. അതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാനില്ല, നമുക്ക് ടൈമില്ല. എന്താ വെച്ചാൽ ഫസ്റ്റ് വൺ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, ഓരോന്നും 7 മാർഗങ്ങളാണ് ഇതിൽ പറയുന്നത്. 7 അല്ലാതെ കൂടുതൽ നിങ്ങൾക്ക് അറിയാന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ്? ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്, പോസിറ്റീവ് സെൽഫ് ടോക്ക്, മെഡിറ്റേഷൻ, ഫോർഗീവ്നെസ്, അതുപോലെ തന്നെ നെഗറ്റീവ് ആളുകളോട് എന്ത് ചെയ്യാം, നിങ്ങൾ അകലം പാലിക്കുക. പിന്നെന്താണ് ഇതില് PPT-യിലോട്ട് നോക്കാട്ടോ. ദിവസവും എന്ത് ചെയ്യുക, നല്ല കാര്യങ്ങള് നിങ്ങള് നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരിക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ ഇപ്പൊ എവിടെയാണോ അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. ഇല്ലായ്മ, പരാതി പറയാലും നിർത്തി, പരാതിയും പരിഭവവും നിർത്തി അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. ഇനി എന്തെങ്കിലും ദേഷ്യം വന്നു, അപ്പൊ പോസിറ്റീവായിട്ട് സെൽഫ് ടോക്ക് ചെയ്യാം. ഞാനിപ്പോ എന്താ ചെയ്ത്, സ്വയം അവയർനെസ് വരിക. എന്തിനാ ഇപ്പൊ ദേഷ്യപ്പെട്ടെ, എന്തിനാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ പെരുമാറി എന്നൊന്ന് ആലോചിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, എനിക്ക് മാറാൻ കഴിയും, ഞാൻ ഇനി ദേഷ്യപ്പെടില്ല, ഇനി മക്കളോട് നല്ല രീതിയിൽ നിൽക്കും, മക്കളെ ഫ്രണ്ട്ലി ആയിട്ട് കാണും, ഭർത്താവിനോട് നല്ല രീതിയിൽ നിൽക്കും എന്ന് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ സെൽഫ് ടോക്ക് ചെയ്യാം. ഇനി അതിലും നിൽക്കണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം. അറിയാലോ, മെഡിറ്റേഷൻ അറിയാം, ബ്രീത്ത് എക്സസൈസ്, സെൽഫായിട്ട് മെഡിറ്റേഷൻ. ഇപ്പൊ കുറെ ഗൈഡഡ് കേൾക്കുമ്പോൾ, ഗൈഡഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം എണീക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഒരാളുടെ കൈ പിടിക്കുക, എന്നെ പിടിക്കുന്നു പറയില്ല എണീക്കാൻ വേണ്ടി. അതാണ് ഈ ഗൈഡഡ് മെഡിറ്റേഷൻ. എന്നിട്ട് നിങ്ങൾക്ക് എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ, ഇനി നിങ്ങൾക്ക് സ്വയം ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കണ്ണടച്ച് അതിങ്ങനെ അഫർമേഷൻസ് വിട്ടുകൊണ്ട് ബ്രീത്ത് എടുക്കാം. ഇത്രയുള്ളൂ മെഡിറ്റേഷൻ. അല്ലാണ്ട് ഒരാളെ സപ്പോർട്ട് എപ്പോഴും നിങ്ങൾക്ക് കിട്ടണം എന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണോ അപ്പൊ വേണ്ടത്. അതേപോലെ ആ പറഞ്ഞ ആളോട് ക്ഷമിക്കാൻ പറ്റുമ്പോൾ നിങ്ങൾ ഉയർന്ന ബോധതലത്തിലോട്ട് പോകും. ഇപ്പൊ എന്നോട് ഒരാൾ ദേഷ്യപ്പെട്ടു, എന്നെ വഴക്ക് പറഞ്ഞു, എന്നെ കുറ്റപ്പെടുത്തിയെങ്കിൽ ആളോട് ക്ഷമിക്കുക, ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. ആ ആള് അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് കൂടുതൽ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റി, എനിക്ക് മാറാൻ പറ്റി, എന്നിലുള്ള ഒരു നെഗറ്റീവ് ബിഹേവിയർ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി, ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ ആൾക്ക് ഫോർഗീവ് ചെയ്ത് കൊടുത്തൂടെ, ആൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൂടെ. എന്തും അത് നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ചിന്തിക്കാം. നെഗറ്റീവ് ആണ് സംഭവിച്ചതെങ്കിലും പിന്നെ എപ്പോഴും നെഗറ്റീവ് പറയുന്ന ആളുകൾ ഉണ്ടാവും. ഞാൻ ഇന്നത് ചെയ്യാൻ പോകണമെന്ന് പറയുമ്പോൾ, ഈ വയസ്സാം കാലത്താണ് നീ അതിന് പോണേ, അതല്ലെങ്കിൽ നിനക്ക് വീട്ടില് കുട്ടികളെ നോക്കിയിരുന്നാൽ പോരെ, ഇങ്ങനെ പല നെഗറ്റീവ് ഡയലോഗും വരുന്ന കുറേ ആളുകളുണ്ടാവും. നമ്മുടെ പാർട്ട്നേഴ്സിൽ ഉണ്ടാവാം, പാരന്റ്സിൽ ഉണ്ടാവാം, സർക്കിളിൽ ഉണ്ടാവാം. ഇവരോട് ഒരു അകലം പാലിക്കുക. അവർ പറയുന്നതിനോട് പോയി എതിർത്ത് സംസാരിച്ച് അവരെ വിമർശിച്ച് അവരോട് ദേഷ്യപ്പെട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ജസ്റ്റ് ഒരു ഗ്യാപ്പ് ഇടുക. അവരോട് പറഞ്ഞോട്ടെ, പറയണവർ അവർ പറഞ്ഞോട്ടെ. അപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു സമാധാനം കിട്ടും. അവരവരുടെ സ്വഭാവം, അവരെ കോൺഷ്യസ് ലെവൽ എവിടെയാണെന്ന് നമുക്കൊരു ഇത് കിട്ടും അല്ലെ. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാം, നിങ്ങളോട് ദേഷ്യപ്പെട്ട ആളുടെ കോൺഷ്യസ് ലെവൽ എവിടെയാണ്, ആള് കിടക്കുന്നത് ഗിൽറ്റിലാണ് കിടക്കുന്നത്. ഞാൻ അവിടെയില്ല, ഞാനിവിടെ കറേജിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് എന്നെ അത് ബാധിക്കണില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങള്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓരോ സ്റ്റേജും ഫിയറിൽ നിന്ന് എങ്ങനെ കറേജിക്ക് എത്താനും, കറേജിൽ നിന്ന് എങ്ങനെ അൺകണ്ടീഷൻ ലെവലിൽ എത്താനും, റിസ്ക് എടുത്തിട്ട് ലൈഫിന്റെ റിസ്ക് എടുത്ത് പുതിയ കാര്യങ്ങൾ പഠിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലോട്ട് എങ്ങനെ കൊണ്ടുവരാന്നൊക്കെ മനസ്സിലാവും. ഇനിയിപ്പോ ഇതൊക്കെയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഫിയറിലോ ഗിൽറ്റിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഈ പറഞ്ഞ 7 കാര്യങ്ങള് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. 7 നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും ഒന്ന് എഴുതിയെടുക്കുക ഓരോന്നും. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ദിവസവും, അതായത് ഇതിൽ ഏറ്റവും കൂടുതൽ പറയും, ദിവസവും നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ്. എന്തെങ്കിലും ഒരു 5 മിനിറ്റ് നമ്മുടെ ഫോൺ യൂസ് ചെയ്ത് നമുക്ക് പഠിക്കാം അല്ലെ. നമ്മുടെ ഫോണിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് പുതിയൊരു സ്കില്ല് പഠിക്കാം, പുതിയൊരു ഭാഷ പഠിക്കാം, പുതിയൊരു നോളജ്, പുതിയ എന്ത് കാര്യം. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഒരു 10 വർഷം ഞാൻ പറഞ്ഞ ജോയിന്റ് ഫാമിലിയിലായിരുന്ന സമയത്ത് എനിക്ക് ഗൂഗിൾ പേ യൂസ് ചെയ്യാൻ അറിയില്ല, ATM പോയിട്ട് എനിക്ക് പൈസ എടുക്കാൻ അറിയില്ല, ഇങ്ങനെ വക കാര്യങ്ങൾ ഒന്നും അറിയില്ലായിരുന്നു. ഇതൊക്കെ എത്ര സിമ്പിൾ ആണെന്ന് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി. മറ്റേത് എന്റെ ഹസ്ബൻഡൊക്കെ ഇങ്ങനെ GPay ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കും, എങ്ങനെയാണ് ഇത് കാശ് കൊടുക്കണേന്ന് ഉദ്ദേശിച്ചു. പക്ഷെ ഇത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് എത്ര സിമ്പിൾ ആണ്. പക്ഷെ പഠിക്കാതിരിക്കും തോറും നമുക്ക് ATMിലേക്ക് ATMിൽ ആദ്യമായിട്ടൊക്കെ ഞാൻ പോയിട്ട് പൈസ എടുത്താണ്, എനിക്ക് അത് പിന്നൊന്നും അടിക്കാൻ അറിയണില്ല. എന്നിട്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ ആളുകൾ തിരക്കൂട്ടുക, ക്യൂ ആണ്. ഇപ്പൊ പേടി വരെയാണ്, ഞാനിത് പൈസ എടുത്ത് തെറ്റിപ്പോവോ, അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോവോ എന്നൊക്കെ. പക്ഷെ ഇത് ചെയ്തിട്ട് തന്നെ ഉള്ളത് മനസ്സിലാവുള്ളൂ. ഇപ്പൊ അതൊക്കെ എത്ര സിമ്പിളാ ഇപ്പൊ ചെയ്യുമ്പോ. പക്ഷെ അന്നത് അറിയാതെ ചെയ്യുമ്പോ അതെന്താണ്, അത് ഭയങ്കര ഡിഫിക്കൽട്ട്. പക്ഷെ പഠിക്കണം. നമ്മൾ അറിയില്ല, എനിക്കത് അറിയില്ല എന്ന് പറഞ്ഞിരിക്കണ്ട. ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല, അത്രയും ഉള്ളൂ.
പക്ഷെ ഇത് ചെയ്ത ഒരാളെ കൂടെ നമ്മള് ഹെൽപ്പ് നമ്മുടെ ഫ്രണ്ടിനെയോ നമ്മുടെ കൂടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡിനെ എനിക്കും പറഞ്ഞു തരുമോ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് അപ്പൊ അവര് പറഞ്ഞുതരും കാർഡ് ഇട്ട് തരുന്ന വിധവും നമ്പർ അടിക്കേണ്ട വിധമൊക്കെ മനസ്സിലാക്കി അത് പഠിക്കുക. ചെറിയൊരു നോളജ്. അതുപോലെ ഒരു ലാംഗ്വേജ് പഠിക്കാം, ഇംഗ്ലീഷ് പഠിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലാംഗ്വേജ് പഠിക്കണം. നിങ്ങളുടെ ഫോൺ മാത്രം മതി. ഫോണിൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട് ഉപയോഗിക്കാം. അപ്പൊ അതൊക്കെ ചെയ്യാം. ദിവസവും പഠിക്കുന്നതോടുകൂടി നമ്മുടെ ബോധതലം മാറും എന്നാണ് പറയുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. എന്താണ് നിങ്ങൾക്ക് അപ്പൊ ഇതിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഒരു തോട്ട് പറയാനുള്ളത്? നിങ്ങളുടെ ജീവിതം മാറ്റാന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ബോധതലം പറയാലോ. ഈ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ. അത് മാറ്റുക. കോൺഷ്യസ്നെസ് മാറ്റിയാൽ ഭയത്തിൽ നിന്ന് ധൈര്യത്തിലോട്ടും, ധൈര്യത്തിൽ നിന്ന് സ്നേഹത്തിലോട്ടും, സ്നേഹത്തിൽ നിന്ന് സമാധാനത്തിലോട്ടും ഒക്കെ യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. അപ്പൊ നിങ്ങളുടെ ലൈഫ് തന്നെ ഒരു മിറാക്കിൾ ആവും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ കോൺഷ്യസ്നെസ് ലെവൽ നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യും. നിങ്ങളിപ്പോ ഫിയർ സ്റ്റേജിലാണെങ്കിൽ, എനിക്കറിയാം പരാതികളൊക്കെ പറയുന്നവരാണ് എന്റെ ചുറ്റുമുള്ളവർ. എല്ലാത്തിനും മഴക്ക് കിട്ടിയ എല്ലാത്തിനും ഒരു സാധനം കിട്ടിയ ആ സാധനത്തിന് പരാതി, അത് നല്ലതല്ല, അത് കൊള്ളൂല, അങ്ങനെ പരാതികൾ തന്നെ ഇരിക്കും. അവർ ലൈഫിൽ അവരില്ല പരാതി പറഞ്ഞ് ജീവിതം തീർക്കും. അങ്ങനെയുള്ള ആളുകളുണ്ടാവും. അപ്പൊ അങ്ങനെ ആളുകളെ കണ്ടെങ്കിൽ ചുറ്റും ഉണ്ടെങ്കിൽ നിങ്ങളത് അവരിൽ നിന്ന് ഡിസ്റ്റൻസ് പാലിക്കുക. നമ്മള് ന്യൂറോൺസുകൾ അവരെ അട്രാക്ട് ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ഡിസ്റ്റൻസ് മാറ്റുക. നല്ല ആളുകളെ കണ്ടെത്തുക. ബോധതലം ഹയർ ഫ്രീക്വൻസി ഉള്ള ആളുകൾ, മെന്റേഴ്സ്, കോച്ചസ്, ട്രെയിനേഴ്സ്, നല്ല ഫ്രണ്ട്സ്, ഇവരൊക്കെ കണ്ടെത്തുക. അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ഉണ്ടവരുണ്ട്. അപ്പൊ അവരെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. അവരെ ബോധതലം വളരെ ലോ ആണെന്ന് മനസ്സിലാക്കുക. അവരെന്താ അങ്ങനെ, അവരെന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ പെരുമാറി എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കേണ്ട ഒരു കാര്യമില്ല. അവരെ കുറിച്ച് മനസ്സിലാക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ അടിപൊളിയാക്കാൻ പറ്റും എന്നാണ്. നമ്മുടെ പുറത്തെ സാഹചര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. പുറത്ത് എന്തെന്നെ സംഭവിച്ചാലും നമ്മളത് ബാധിക്കില്ല. ഇത്രയൊക്കെ ഉള്ളൂ പറയാനുള്ളത്. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളിപ്പോ ദേഷ്യപ്പെടുമ്പോഴും നമ്മളൊക്കെ വിചാരിക്കും അവരെന്തെങ്ങനെ എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഞാൻ ചെറിയൊരു കോമഡി പറഞ്ഞപ്പോ അവര് പിന്നെ ദേഷ്യപ്പെട്ടു, ഞാനൊരു തമാശയായിട്ട് പറഞ്ഞതായിരുന്നു എന്നൊക്കെ പറയും നമ്മള്. പക്ഷെ അവർക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മുടെ കുറ്റമല്ല. അവര് ഭയങ്കര ഗിൽറ്റ് ഫീലിൽ നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ പോയി കോമഡി പറയുന്നത്. അപ്പൊ അവർക്കത് മനസ്സിലാക്കാൻ പറ്റുമോ? അതാണ്. അപ്പൊ ഓക്കെ. എന്താ രതി 3 മിനിറ്റ് വേണമെന്നൊക്കെ പറയുന്നത്. 200 കറേജിലാണ് ചെറി. ഉസ്മാൻ എന്താ സോറി പറയണേ? മറ്റേ ഇതില് വരച്ചോണ്ടാണോ? മുഹമ്മദിനും ഫസ്റ്റ് ക്ലാസ് ആണ്. മുഹമ്മദ് ഇപ്പൊ ഇതിലുണ്ടാ? ഹലോ, പോയോ ക്ലാസ് കഴിഞ്ഞ്? ഇപ്പൊ 44 പേരും ഉണ്ടല്ലോ. അപ്പൊ ഇത് ഫസ്റ്റ് ക്ലാസ് ആകുമ്പോ ഒന്ന് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. രീതി 310 ഏതാ? മതി, പറയൂ. തുറന്നു പറഞ്ഞു. ഫീഡ്ബാക്ക് ഓൺ വോയിസിൽ വന്നു. ഇനി ഫീഡ്ബാക്ക് ക്ലാസ് ഏകദേശം ക്ലോസ് ആണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാന്നുള്ളൂ. അപ്പോ പറയാം കാര്യങ്ങള്. അതായത് സ്ക്രീൻ ഒന്നുകൂടി സ്ക്രീൻ ഒന്നുകൂടി കാണിക്കണം കേട്ടോ. സ്ക്രീനോ? അത് ഏതിലാന്ന് അറിയാനാണല്ലേ? ആ. ഞാൻ പറഞ്ഞുതരാം, ഓരോന്നും പറഞ്ഞുതരാം. സ്ക്രീനിൽ മറ്റുള്ളവരെ അഞ്ചാം ഭാഗം മറ്റുള്ളവരെ സഹായിക്കുക എന്നല്ലേ? 5 മറ്റുള്ളവരെ സഹായിക്കുക എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് കാണാനാണോ? ഗ്രാറ്റിറ്റ്യൂഡ് അത് കാണാനാണോ? ഓക്കെ. അത് ഞാൻ ഇനി എടുത്തുതരാം. സ്ക്രീൻ ഷെയർ ഒന്നും കൂടെ ചെയ്തുതരാം. അതല്ലെങ്കിൽ ഞാനൊന്ന് വായിച്ചു തരാം. അപ്പൊ പിന്നെ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഓക്കെ. ഫസ്റ്റ് ബാക്കിയെല്ലാം എഴുതിയ ഗ്രാറ്റിറ്റ്യൂഡ്, മെഡിറ്റേഷൻ, അതുപോലെ തന്നെ അഫർമേഷൻ, പോസിറ്റീവ് സെൽഫ് ടോക്ക്, പിന്നെ ലേൺ ചെയ്യാം. അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് അകലം പാലിക്കുക. അതൊക്കെ ചെയ്യാന്ന് പറഞ്ഞത്. അതായത് നെഗറ്റീവ് പീപ്പിളിനോട് നമ്മൾ അകലം പാലിക്കുക എന്നാണ് ഒരു കാര്യം പറഞ്ഞത്. ദെൻ 1 മിനിറ്റ് കേട്ടോ, ഞാൻ എടുക്കട്ടെ. ആരെങ്കിലും എഴുതിയവരുണ്ടെങ്കിൽ എഴുതിയവർക്ക് പറഞ്ഞു കൊടുക്കാം. ഇതിൽ ഏതിലാണ് നിങ്ങൾ മനസ്സിലാക്കിയോ? ഓക്കെ. ഫസ്റ്റ് വൺ ഗ്രാറ്റിറ്റ്യൂഡ്, സെക്കൻഡ് വൺ പോസിറ്റീവ് ടോക്ക്, ദെൻ മെഡിറ്റേഷൻ, ദെൻ ഫോർഗീവ്നെസ്, ദെൻ പോസിറ്റീവ് എൻവയോൺമെന്റ്,
ദെൻ സർവീസ്, മറ്റുള്ളവരെ സഹായിക്കുക. അത് ഞാൻ വിട്ടുപോയ കാര്യം കേട്ടോ. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ, ചാരിറ്റി ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം വരും അല്ലെ? നമ്മളെ ഉള്ളതിൽ നിന്ന് കൊടുക്കുമ്പോൾ, കുറെ ഉണ്ടായിട്ടല്ല, കോടികൾ യൂസ്ഫലിനെ പോലെ ടേൺ ഓവർ ഉണ്ടായിട്ടല്ല, ഉള്ളത് ഒരു 1000 രൂപയിൽ നിന്ന് ഒരു 100 രൂപയോ 10 ആളുകൾക്ക് കൊടുക്കുമ്പോൾ, അറിഞ്ഞു കൊടുക്കുമ്പോൾ, ഒരാൾക്ക് ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ, അങ്ങനെയൊക്കെ സൊസൈറ്റിയിൽ ചെയ്യുന്ന ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മുടെ റീൽസുകളൊക്കെ കാണുമ്പോൾ ഈ തെരുവിലുള്ളവർക്കൊക്കെ ഫുഡ്, പൊതിച്ചോറൊക്കെ കൊണ്ട് കൊടുക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് അവർക്കൊരു ഹാപ്പിനെസ് ആണ്. അത് ചെയ്യുമ്പോൾ നമ്മള് സന്തോഷമാണ് ആ ദിവസം ഫുള്ള്. അവരുടെ ചിരിയും അവരുടെ സന്തോഷവും, അവർ കഴിക്കുന്ന ഫുഡ് കഴിച്ചിട്ട് അവർ വയറ് നിറയുമ്പോൾ നമ്മുടെ വയറ് നിറഞ്ഞ പോലെ ഒരു ഫീലാണ്. അപ്പൊ ഓക്കെ, ദെൻ കണ്ടിന്യൂസ് ലേണിംഗ്, അത്രേ ഉള്ളൂ. അതായത് ദിവസവും പഠിക്കുക പുതിയ പുതിയ കാര്യങ്ങൾ. നമുക്ക് അറിയാത്തത്, നമുക്ക് എന്താണോ അറിയില്ല എന്ന് പറഞ്ഞിരിക്കല്ല, അത് ചോദിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ ആയോ? അപ്പോൾ യൂസ്ഫുൾ ആയിരുന്നോ? അതുപോലെ തന്നെ എന്താണ്, നിങ്ങൾ എവിടെയാണെന്ന് എല്ലാവരും പറയണം. 7:30 വരെ ഒരു 10 മിനിറ്റ് സമയം തരാം. പറയാൻ പറ്റുന്നവരൊക്കെ പറയാം. ഓക്കെ, താങ്ക് യു വിജീഷ്. ഏത് ലെവലിലാണ് വിജീഷ്, മനസ്സിലായോ? എവിടെയാണ് നിൽക്കണേ? കറേജിൽ എത്തിയിട്ടുണ്ടോ? അതിന് മുകളിൽ തന്നെ ഉണ്ടോ? കറേജിന്റെ മുകളിലും താഴെയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. പല ടൈപ്പാണല്ലേ? നമ്മള് ജോസഫ് ലവിൽ എത്തിയിട്ടുണ്ട്. സമാധാനം, അതായത് അൺകണ്ടീഷണൽ ലവിൽ എത്താൻ പറ്റണം നമുക്കൊക്കെ. ആ സമയത്ത് അവിടെയാണെങ്കിൽ നമുക്ക് എല്ലാരോടും ഒരു കൈൻഡ് ആയിട്ട് പെരുമാറാൻ കഴിയും. നമ്മളോട് എതിരിട്ട ആളോ, നമ്മളോട് ദേഷ്യപ്പെട്ട ആളോ, നമ്മളോട് തെറി പറഞ്ഞ ആളോടും ഒക്കെ നമുക്ക് കൈൻഡ് ആയിട്ട് ആളുടെ അവസ്ഥ അങ്ങനെ ആയിരിക്കാം ഒന്ന് ചിന്തിക്കാൻ, ആളെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയും. അല്ലെങ്കിൽ നമ്മൾ സ്പോട്ടില് അവര് പറഞ്ഞ തെറിയുടെ ഡബിൾ ഡോസ് നമുക്ക് കൊടുക്കാൻ അറിയാം അല്ലെ? കൊടുത്തിട്ടും ഉണ്ടാവാം ഇതുവരെ. പക്ഷെ ഇനി നമ്മൾ എന്ത് ചെയ്യാം? ട്രൈ ചെയ്യാം. ഓക്കെ, ഹലോ മാം. സമയ പറയും. ഹലോ പറഞ്ഞു. മാം. മാം, ഈ ഫിയർ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം? എല്ലാത്തിനോടുള്ളൊരു ഭയം, ഒരു ഇന്റർവ്യൂ എല്ലാത്തിനോടും എന്ത് കാര്യം വരുമ്പോഴും പേടി. ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പേടി, അങ്ങനത്തെ ഒക്കെ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ അവസരങ്ങളൊക്കെ മിസ്സാക്കും. പിന്നെ അപ്ലൈ ചെയ്യും, എന്നിട്ട് ഇങ്ങനെ പേടിച്ച് 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 എന്ത് ചെയ്യും? പേടിച്ച് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്യും അല്ലേ? ഇവിടെ എന്താ കൊടുക്കാൻ പറ്റുക നമുക്ക്? നമ്മുടെ നെഗറ്റീവ് ഓവർ തിങ്കിങ് ആണ് ഈ വരുന്നത്. നെഗറ്റീവ് തോട്ട്സ് ആണ് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്യണത്. അപ്പൊ നമ്മൾ സാധാരണ ഇപ്പൊ ക്ലാസ്സുകളിലൊക്കെ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ഇപ്പൊ ഇന്റർവ്യൂവിന് പോവാണ്. അപ്പൊ ഇന്റർവ്യൂവിന് ഇങ്ങനെ നമുക്ക് പേടി വരും, എന്താ ആള് ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവൂലേ, ഞാൻ ചമ്മോ, അവരെന്നെ കളിയാക്കുവോ, എനിക്ക് കിട്ടൂലേ? ഇതൊക്കെ തന്നെ ആയിരിക്കും മെയിൻ. എല്ലാവർക്കും, നിങ്ങൾക്ക് മാത്രമല്ല, നമ്മളെല്ലാവരും ഒരു കാര്യത്തിൽ വരുമ്പോൾ ഫിയർ സോണിൽ തന്നെ ആയിരിക്കാം. ഫിയർ സോണിൽ നിന്ന് നമ്മൾ അത് മറികടക്കുക എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് പോസിറ്റീവ് സെൽഫ് ടോക്കും, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചിന്തിക്കും. എന്താണ്? പലതും ചിന്തിക്കും. ഇപ്പൊ പാത്രം കഴുകുമ്പോൾ വേറെ എന്തെങ്കിലും, ഇപ്പൊ ഡ്രൈവിംഗ് ലൈസൻസിന് പോകാൻ നിൽക്കുകയാണെങ്കിൽ എന്താവും അവസ്ഥ, അവിടത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കും. എച്ചിട ഒക്കെ ചെയ്യണമെങ്കിൽ എന്താണ് നമ്മുടെ അപ്പത്തെ ആ ഒരു സിറ്റുവേഷൻ, അത് നമ്മൾ ആലോചിക്കും. നമ്മളിങ്ങനെ ആലോചിച്ചിട്ട് എന്താണ്, അതൊക്കെ നെഗറ്റീവാണ് ചിന്തിക്കുക, പോസിറ്റീവ് നമുക്ക് വരില്ല. അപ്പൊ ഇവിടെ ബോധപൂർവം നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവായിട്ട് കൊണ്ടുവരണം. ഞാൻ അടിപൊളിയായിട്ട് എച്ചെടുക്കും, അല്ലെങ്കിൽ അടിപൊളിയായിട്ട് എട്ടെടുക്കും, എനിക്ക് ഫസ്റ്റ് ഇതിൽ തന്നെ ലൈസൻസ് കിട്ടും, ആ ലൈസൻസ് പിടിച്ച് ഞാൻ സ്റ്റോറി ഇടും, സ്റ്റാറ്റസ് ഇടും എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്താണ്? സന്തോഷം വരൂലേ? നമ്മളെ ഹാപ്പി ആവൂലേ? നമ്മുടെ ഡോപ്പമിൻ നമുക്ക് വരും. ഇനി ഒന്ന് ഇമാജിൻ ചെയ്യാൻ, നമ്മളിങ്ങനെ ആ വണ്ടി അടിപൊളിയായിട്ട് ഓടിക്കുന്നതും നമുക്കിങ്ങനെ ഉള്ളിൽ നിന്ന് ഒരു പ്രൗഡ് ഫീൽ വരുന്നതൊക്കെ ഒന്ന് ആലോചിക്കുക. അതേപോലെ ഇന്റർവ്യൂവിലാണെങ്കിലും, ഇന്റർവ്യൂവിൽ അവർ ചോദിക്കുന്നതൊക്കെ എനിക്ക് അറിയുന്ന കാര്യങ്ങളായിരുന്നു. ഞാൻ നല്ല രീതിയിൽ പറഞ്ഞു, നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തപ്പോൾ ആൾ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. എൻ്റെ ഒരു ഇത്, ഞാൻ ഷാഫി സാറായിട്ട് ഇരിക്കുമ്പോൾ സാർ ചോദിച്ചു, എന്താണ് റിയൽ പർപ്പസ്, എന്താണ്, വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫ്, ഞാൻ BEd ആണ്, പക്ഷെ എനിക്ക് പുറത്തു പോയി ജോലി ചെയ്യാൻ പറ്റില്ല. ഒരു സമയത്ത് ഞാൻ എന്താണ് പഠിച്ചതൊക്കെ വെറുതെ ഉറക്കൊഴിച്ച്, സോഷ്യൽ സയൻസ് ഒക്കെ ആകുമ്പോൾ അറിയാം, 3 ഇത്ര കട്ടിയുള്ള റെക്കോർഡ്സുകൾ ഉണ്ട്. നമുക്കതിങ്ങനെ ആണിയടിച്ച് തരുമ്പോൾ നമ്മുടെ ഇവിടെ ആണിയടിച്ച പോലെ തോന്നും. അങ്ങനെ ലാസ്റ്റ് അത് കഴിയുമ്പോൾ അങ്ങനെയാണ് തരിക, നമ്മളത് മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കാൻ. അതിങ്ങനെ കാണുമ്പോൾ, എൻ്റെ വീട്ടിൽ അതിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് ഷെൽഫിൽ. അത് അവിടെ ചെന്ന് കാണുമ്പോൾ ഞാൻ ഫുൾ ഡൗൺ ആവും. കാരണം എത്ര ഉറക്കമൊഴിച്ച് 2 മണി വരെ എല്ലാവരും ഉറങ്ങണം, സുഖിച്ച് ഉറങ്ങുമ്പോൾ ഞാനിവിടെ ഉറങ്ങാണ്ട് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് വല്ല കാര്യം ഉണ്ടായോ? ഞാൻ ഈ മക്കളെയും നോക്കി ഇങ്ങനെ ഒതുങ്ങിക്കൂടി ഇരിക്കുകയാണ് 10 പേർ. അതേപോലെ ഇങ്ങനെ ഗിൽറ്റ് ഫീൽ വരും, ഒരു കാര്യം ഉണ്ടായില്ലല്ലോ, വെറുതെ കഷ്ടപ്പെട്ട് പഠിച്ചു എന്നൊക്കെയല്ല.
അവിടുന്ന് ഞാൻ ഈ മനസ്സിലാക്കി ഈ ഒരു ഫീൽഡിലോട്ട് വന്നപ്പോൾ എന്നെ പോലെ ഇതേ സെയിം സിറ്റുവേഷനിലുള്ള ആളുകളുണ്ടാവും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവാദമില്ല, എന്നാ പഠിച്ചിട്ടുണ്ട്, അത്യാവശ്യം കഴിവുണ്ട്, ഇതൊക്കെയുള്ള ആളുകളുണ്ടാവും. അവരിങ്ങനെ ഒതുങ്ങിക്കൂടി ഇനി അങ്ങനെ ഇങ്ങനെ ഞാൻ ആ കൊറോണയുടെ മുമ്പ് വരെ ഞാൻ വിചാരിച്ചിരുന്ന ഹസ്ബൻഡിന് അത്യാവശ്യം സാലറി ഉണ്ട്, എന്ത് ചെയ്യാം, ആള് മന്ത്ലി അയക്കും, നമുക്ക് വലിയ കുഴപ്പമില്ല, കംഫർട്ട് സോൺ ആണ്, ഇങ്ങനെ അങ്ങോട്ട് ജീവിച്ച് അങ്ങനെ മക്കളെയും നോക്കി അവര് വലുതായി അവരെ കല്യാണം അവരെ കുട്ടികൾ അങ്ങനെ ഇങ്ങോട്ട് പോവാം എന്ന് ചിന്തിച്ച ഞാൻ ഈ കൊറോണ വന്നതിന് ശേഷം കോവിഡ് സിറ്റുവേഷനിൽ ആള് ജോലി നിർത്തി നാട്ടിലോട്ട് വന്നു, ഫിനാൻഷ്യലി ബുദ്ധിമുട്ടായി. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് BEd ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്തൂടെ, സ്കൂളിൽ വീട്ടിൽ ട്യൂഷൻ എടുത്തൂടെ, ഓൺലൈൻ ട്യൂഷൻ എടുത്തൂടെ എന്നൊക്കെ വെച്ച് വർക്ക് ഫ്രം ഹോം ഒക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെയാണ് ഇവിടെ എത്തപ്പെട്ടത്. അപ്പം എന്ന് വെച്ചാല് ആ ഒരു പ്രോബ്ലത്തിനാണ് എന്റെ ലൈഫിൽ സത്യം പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടത് ഞാൻ. അതേപോലെ കൊറോണയൊന്നും വന്നില്ല, ഹസ്ബൻഡിന് നല്ല രീതിയിൽ 1.5 ലക്ഷം രൂപ ഡൈവിംഗ് ആണ്, വെള്ളത്തിനടിയിലുള്ള ജോലിയാണ്, മറ്റേ ഓക്സിജൻ സിലിണ്ടർ ഒക്കെ വെച്ചിട്ട് മുങ്ങിപ്പോണം. അപ്പം നല്ല ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. ആളിങ്ങനെ പറയും ബുദ്ധിമുട്ടാണ്, ജോലി നിർത്തി പോരണം എന്നൊക്കെ പറയെങ്കിലും നിർത്തി പോരാറില്ല, കാരണം അതുപോലെ നല്ല ജോലി നല്ല സാലറി കിട്ടില്ല. അപ്പം പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ ആൾക്കത് പോരേണ്ടി വന്നു. ആള് വന്നപ്പോഴാണ് അറിയുന്നത് നമുക്ക് ബാക്കിയുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പൊ നമ്മള് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിക്കും. അതല്ലാന്ന് വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ അപ്പൊ സോറി ഷാഫി സാറിലോട്ട് വരാൻ, സാർ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ അതേ സിറ്റുവേഷനിൽ ഗിഫ്റ്റ് ഫീൽഡിൽ കഴിയുന്ന ആളുകൾ ഉണ്ടാവും, അവർക്ക് അവരുടെ നെക്സ്റ്റ് ലെവലിലോട്ട് വളരാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണ്, ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ പറയാം കുറെ വീടും കാറും മാസം ലക്ഷം വരുമാനം ഒന്നുമല്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഭർത്താവിനോടും നിങ്ങളുടെ മക്കളോടും ഒക്കെ നല്ല ഹാപ്പി ആയിട്ട്, ഒരു മിനിറ്റ് എന്റെ ഇപ്പൊ ഓഫ് ആവും, ഞാൻ ചാർജ് ചെയ്യട്ടെ കേട്ടോ, ചാർജ് ചെയ്തിട്ട് വരാം, ഒന്ന് ഹോൾഡ് ചെയ്യും, എന്തായാലും ടൈപ്പ് ചെയ്തിട്ടോളൂ. ഇത് ആദ്യം ഓഫ് ആക്കാൻ മതി. ഓക്കെ, അപ്പൊ ആ ഒരു ഫീൽഡിലോട്ട് എന്താ പറഞ്ഞു തന്നെ, അതായത് നമ്മുടെ ലൈഫിൽ മക്കളോടും ഭർത്താവിനോടും ഇൻലോസിനോടൊക്കെ നല്ല രീതിയിൽ പെരുമാറും. അവരെങ്ങനെ ഇങ്ങോട്ട് പെരുമാറിയാലും അവരോട് മോശം പറയാതെ അവരെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ കഴിയാന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫ് ഹാപ്പി ആയി, നമ്മൾ ഭയങ്കര സന്തോഷത്തിലായി, നമ്മൾ ഭയങ്കര പീസ്ഫുൾ ആയി, നമുക്ക് ഉള്ളിൽ നിന്നൊരു സമാധാനം വരും. അവരെ മനസ്സിലാക്കാനും നമ്മളെ മനസ്സിലാക്കാനും കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് നല്ല രീതിയിൽ നിറവേറ്റാൻ കഴിയും. പരാതി ഇല്ലാതെ, പരിഭവം ഇല്ലാതെ, പ്രാക്കില്ലാണ്ട് ജീവിക്കാൻ കഴിയും. ഇതന്നെ ഒരു ഭയങ്കര സംഭവം അല്ലേ? ഇതിലുള്ള മിക്കവാറും ആളുകൾക്കൊക്കെ ഇത് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു ഒരു പുറത്തെ സാഹചര്യത്തെ ബേസ് ചെയ്തല്ല, അല്ലാണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടുന്ന ഒരവസ്ഥ, അതുപോലെ ഹാപ്പി ആയിട്ട് എല്ലാവരോടും ബിഹേവ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ. ഇനി പുറത്ത് നമ്മളോട് ഓപ്പോസിറ്റ് ഒരാൾ നമ്മളോട് ദേഷ്യപ്പെട്ടാൽ, നമ്മളെ തെറി പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു അവസ്ഥ, അവരെ മനസ്സിലാക്കാൻ. ഇപ്പൊ രതിയൊക്കെ അന്ന് സംസാരിച്ച പറഞ്ഞു അവര് ടീമിലുള്ള മറ്റുള്ള ആള് അങ്ങനെ സംസാരിക്കുന്നത് ഇന്നത് കൊണ്ടാണ് എന്നൊക്കെ, അത് മനസ്സിലാക്കാൻ കഴിയാന്ന് പറഞ്ഞാലും ഭയങ്കര ഒരു സംഭവമാണ്. അത്രയൊക്കെ മതി. അല്ലാണ്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് കാറ്, വീട്, അല്ലെങ്കിൽ പിന്നെ കുറെ യാത്ര പോകണം, കുറെ അതൊക്കെ ഉണ്ടാവാം, നമുക്ക് അച്ചീവ് ചെയ്യാം. പക്ഷെ ഇതൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ലൈഫ് നമുക്ക് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇത്രയാണ്. ഇപ്പൊ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞില്ലേ, ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു ആൻസർ ആണ്, അതായത് മീൻസ് ഇങ്ങനെ എന്നെ പോലെയുള്ള ആളുകളെ ഉയർത്തി കൊണ്ടുവരിക എന്നുള്ളത്, അവരിങ്ങനെ കരഞ്ഞു തീർക്കാതെ ഗിൽറ്റിൽ പോവാതെ, എന്തിനിങ്ങനെ ഒരു ജീവിതം, എന്തിന് ഞാനിങ്ങനെ ജീവിക്കുന്നു എന്നൊന്നും ചിന്തിക്കാതെ അവരെ ജീവിതം നല്ല ഹാപ്പി ആയി കൊണ്ടുപോകാൻ പറ്റുകയാണ്, അവർക്കൊരു റിയൽ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുകയാണ് എന്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞപ്പോൾ ആൾ വന്നു, വെരി ഗുഡ്. നമ്മൾ നമ്മുടെ ഒരു പെയിൻ പോയിന്റിൽ നിന്നാണ് നമ്മൾ എന്ത് കാണുന്നത്, പർപ്പസ് കാണും. എന്റെ പെയിൻ എന്തായിരുന്നു, ഞാൻ അവിടെ പർപ്പസ് കണ്ടു. ഇതേപോലെ നിങ്ങൾ ഇന്റർവ്യൂവിന് എന്ത് ജോലിയാണെന്ന് എനിക്കറിയില്ല, അതിന് പോകുമ്പോൾ ഇതുപോലെ നമ്മൾ ആൻസർ, അവർ ചോദിക്കുന്ന ആൻസർ, എക്സ്പെക്ട് ചെയ്യുന്ന പല ക്വസ്റ്റ്യൻസും നമുക്ക് ഏകദേശം കിട്ടും. ഇപ്പൊ ഒക്കെ നമുക്ക് നമ്മുടെ ChatGPT, Gemini ഒക്കെ യൂസ് ചെയ്ത് നമ്മുടെ കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും എന്തൊക്കെ ചോദിക്കും. ഒന്ന് പ്രിപ്പയർ ആയി പോവുക, സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ നല്ല രീതിയിൽ ഇൻട്രൊഡക്ഷൻ പഠിച്ചു പോവുക. എന്നിട്ട് അത് പ്രസന്റ് ചെയ്യുമ്പോൾ അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും നമ്മളെ സെലക്ട് ചെയ്യുന്നതൊക്കെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. ആ ജോലി കിട്ടുന്നതും മാസം ഒരു 50-30 സാലറി ഉണ്ടെങ്കിൽ അതിങ്ങനെ ഫോണിലോട്ട് ക്രെഡിറ്റ് ആവണത്, അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവണ സൗണ്ട് വരെ നിങ്ങൾക്ക് ഇമേജ് ചെയ്യാൻ കഴിയണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേടിയില്ലാണ്ട്
അത് അറ്റൻഡ് ചെയ്യാം. ഇനി ഒരു ഇന്റർവ്യൂലൊക്കെ പേടിച്ചോ വരച്ചോ, നോ പ്രോബ്ലം, നെക്സ്റ്റ് അടിപൊളിയാവും. ഞാനും എന്റെ ഫസ്റ്റ് സെഷനൊന്നും ഇത്ര അടിപൊളിയായിട്ട് എടുത്തിട്ടില്ല. പുസ്തകം നോക്കി വായിച്ചിട്ട് മെന്റർ എന്നെ കുറ്റം പറഞ്ഞാണ്, നീ നോട്ട് നോക്കി വായിക്കാനാണോ ക്ലാസ് എടുക്കാൻ വന്നത്. കാരണം നമ്മൾ ബ്ലാങ്ക് ആവും. കുറെ പേരെ കാണുമ്പോൾ ഇവരോട് എന്ത് പറയും, ഇങ്ങനെ എന്താവും എന്ന് വെച്ച് നമ്മൾ പഠിച്ചതൊക്കെ ബ്ലാങ്ക് ആയി പോകും, പ്രിപ്പയർ ചെയ്തൊക്കെ. അതൊക്കെ നാച്ചുറൽ ആണ്, സംഭവിക്കും. ബട്ട് അതിൽ കിടക്കുകയല്ല, അതിൽ നിന്ന് മാറും. നമ്മൾ ചെയ്ത് പ്രാക്ടീസ് പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ്. നമ്മൾ ചെയ്യുന്ന കാര്യം, നിങ്ങൾ ആദ്യം ഡ്രൈവ് ചെയ്ത പോലെയാണ് ഇപ്പൊ ഡ്രൈവ് ചെയ്യണേ, ആദ്യം കുക്ക് ചെയ്ത പോലെയാണ് ഇപ്പൊ കുക്ക് ചെയ്യണേ, അങ്ങനെയാണോ? അല്ലല്ലോ, ഇമ്പ്രൂവ്മെന്റ് ഇല്ലേ? ഞാൻ ആദ്യം ക്ലാസ് എടുത്ത പോലെയല്ലേ ഇപ്പൊ എടുക്കണേ. എല്ലാത്തിലും മാറ്റം വരും. ആദ്യം നമ്മൾ നടന്ന പോലെയല്ലേ ഇപ്പൊ നടക്കണേ, അല്ലെ? അത് ചിന്തിച്ചാൽ മതി. അപ്പൊ ഇനിയിപ്പോ ഒരു വട്ടം എന്തെങ്കിലും ഫാൾട്ട് പറ്റിയാലും അത് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, അത് സംഭവിച്ചു, നെക്സ്റ്റ് ഞാൻ ഇതിത്തെ ഈ ഒരു ഫാൾട്ട് പറ്റാതെ ശ്രമിക്കും എന്ന് സ്വന്തം പറയും. പോസിറ്റീവ് സെൽഫ് ടോക്ക് തന്നെയാണ് വേണ്ടത്. മീൻസ് എല്ലാവരും ഓവർ തിങ്ക് ചെയ്യണത് നെഗറ്റീവ് ആയിട്ടാണ്. റിപ്പീറ്റ് ആയിട്ടും നെഗറ്റീവ് തോട്ട്സ് ആണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുക. അത് പ്രകൃതിയെ അങ്ങനെയാണ്. അപ്പൊ അതിനെ മറികടക്കുന്നവരാണ് വിജയിക്കുന്നവർ. എന്തൊരു ബിസിനസ് തുടങ്ങുമ്പോഴും നമുക്കറിയാം, എന്തിലും നമ്മൾ മുന്നോട്ട് എടുക്കുമ്പോൾ ഒരു അറിയാത്ത കാര്യം ചെയ്യുമ്പോൾ നമുക്ക് പേടി തന്നെയാണ് ആദ്യം വരും. അത് നമ്മൾ മാറ്റണമെങ്കിൽ ബോധപൂർവം നമ്മൾ മാറ്റുക. എന്തൊക്കെയാണ് നമുക്കിപ്പോ അറിയാലോ, 6-7 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇതിൽ ഏത് കൊടുത്താലാണ് നമുക്ക് ബോധപൂർവം അത് മാറ്റാം. പോസിറ്റീവ് അഫർമേഷൻ എപ്പോഴും എഴുതിക്കോ, രാവിലെയും വൈകുന്നേരമൊക്കെ. എന്താണ് നെഗറ്റീവ് തോട്ട്സ് വന്ന് ആ തോട്ടിനെ റീഫ്രെയിം ചെയ്ത് പോസിറ്റീവ് അഫർമേഷൻ എഴുതി തന്നെ പറയാം. വെറുതെ പറയാൻ ചിലപ്പോൾ കിട്ടൂല. ഒരു 10 തവണയൊക്കെ ഒരേ സാധനം എഴുതി നോക്കുക. അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലേക്ക് അത് തന്നെ വരും, നമ്മൾ എഴുതിയത് തന്നെ വരും, ഇമ്പോസിഷൻ എഴുതുന്ന പോലെ. അപ്പം നമ്മൾ അതന്നെ, അതായത് ഇനി നെഗറ്റീവ് ചിന്ത വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓട്ടോ കറക്ഷൻ എന്ന് പറയില്ല, അതേപോലെ നമ്മുടെ മൈൻഡ് തന്നെ നമുക്ക് കറക്റ്റ് ചെയ്ത് തരും. ആ ചിന്ത എന്ന് ഒന്ന് മനസ്സിലാക്കുക. ചോദിച്ച ആളെ പേര് എനിക്ക് ഓർമ്മയില്ല. ജമീല. ഹലോ, ഫിയർ. എന്റെ പേര് മർഷില. മാർഷില. ഓക്കെ, ക്ലിയർ ആയോ എന്താ ആ ചെയ്യേണ്ടത്? ആ ഓക്കെ. എനിക്ക് മെയിന് ഡെമോ, ഞാൻ ടീച്ചിങ്ങിനായിരുന്നു. അപ്പൊ ഡെമോ സെക്ഷനും കാര്യങ്ങളും എടുക്കുമ്പോഴെനിക്ക് ഭയങ്കര മറ്റു ഫേസ് ചെയ്ത് അത് അറ്റൻഡ് ചെയ്യുമ്പോഴുള്ള പേടി ഭയങ്കര. ഇന്റർവ്യൂ. അത് മിറർ പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ മിററിന്റെ മുമ്പിൽ കുറെ ആളുകളാണെന്ന് ഇമാജിൻ ചെയ്യാം. ഇപ്പൊ ഞാനൊക്കെ അത് കഴിഞ്ഞു വന്ന, അപ്പൊ B.Ed സമയത്ത് ഡെമോ എടുക്കണം, ട്രെയിനിങ് ഉണ്ടാവും, കുട്ടികളുടെ മുമ്പിൽ പോയി ട്രെയിനിങ് ക്ലാസ് എടുക്കും. ഇപ്പുറത്ത് നമ്മളെ സ്റ്റുഡൻസും ടീച്ചേഴ്സും ഒക്കെ ഉണ്ടാവും ബാക്കിൽ. എനിക്ക് ആ അവരെ സമയത്തൊക്കെ പേടി എല്ലാവരും ഉണ്ടാവും. ഇങ്ങനെ അത് കാണുമ്പോൾ ഫിയർഫുൾ. അവരെ ആ നോക്കി സമയത്ത് അതെന്താ വെച്ചാൽ എബ്രഹാം ലിങ്കൻ വരെ, വളരെ നല്ല രീതിയിൽ പ്രസംഗിച്ചിരുന്ന എബ്രഹാം ലിങ്കൻ വരെ 100 ടൈം പ്രാക്ടീസ് ചെയ്തിരുന്നു എന്നാണ്. മിററിന്റെ മുമ്പിൽ നിന്നിട്ട് 100 ടൈം ആള് പ്രസംഗിക്കാൻ പോണ സംഭവം പ്രാക്ടീസ് ചെയ്തിരുന്നു. അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നിങ്ങളിവിടെ? 100 പോയിട്ട് ഒരു 10 വട്ടം ചെയ്യുന്നുണ്ടോ? ഇല്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അതാണ് നമ്മള് വാതിലടച്ചിരിക്കുക. പുറത്ത് ഇനി കുറെ ആളുകളുള്ള വീടാണെങ്കിൽ വാതിലടച്ചിരുന്നിട്ട് മുമ്പിലൊക്കെ നിറയെ ആൾക്കാരാണ്, വീട്ടിലുള്ള ബെഡും കട്ടിലൊക്കെ ആളുകളാണെന്ന് നിങ്ങളുടെ ഇമാജിൻ ചെയ്യുക. അവർക്ക് ക്ലാസ് എടുക്കണ പോലെ ഇരിക്കുക. അതൊക്കെ കുട്ടികളാണ്, നമുക്ക് നമ്മളെ പഠിപ്പിക്കാൻ പോണ കുട്ടികളാണ്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആണെന്ന് ഇമാജിൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ക്ലാസ് എടുത്ത് ഇങ്ങനെ പറഞ്ഞു നോക്കുക. നമ്മൾ എങ്ങനെയൊക്കെയാ സ്ലൈഡ് യൂസ് ചെയ്യണ്ടോ, അല്ലെങ്കിൽ ചാർട്ട് എന്താണ്, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽ ഒക്കെ യൂസ് ചെയ്ത് തന്നെ ക്ലാസ് എടുക്കുക. പണ്ടത്തെ ഒരു ടീച്ചിങ് ലെക്ചർ മെത്തേഡ് ഇപ്പൊ ഇല്ല. ലെക്ചർ മെത്തേഡിലൊന്നും മനസ്സിലായ കഥകളിലൂടെയും കുറെ കഥകൾ, സ്റ്റോറികൾ, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച പിക്ചറുകളൊക്കെ ആഡ് ചെയ്താണ് ഇപ്പൊ ക്ലാസ് എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ക്രിറ്റിസിസം എന്ന് പറഞ്ഞിട്ടൊരു സെഷൻ തന്നെ ഉണ്ട് B.Ed. ക്രിറ്റിസിസം, മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ എടുത്ത ക്ലാസ് നമ്മുടെ ഫ്രണ്ടാണ് ക്രിട്ടിസൈസ് ചെയ്യുക. അവൾ അങ്ങനെ ഫാൾട്ട് ചെയ്തു, ഇത് ചെയ്തു എന്ന് പറഞ്ഞു. അതെന്താ വെച്ചാൽ നമ്മളെ തെറ്റ് നമ്മൾ മനസ്സിലാക്കാനാണ്, അല്ലാണ്ട് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്ത് അവിടെ തളർത്തി ഇനി അതിന് വരരുത്, ഈ പണിക്ക് വരരുത് എന്ന് പറയാനല്ല. നമുക്ക് പറ്റിയ എന്താ മിസ്റ്റേക്ക് അത് ചൂണ്ടിക്കാട്ടി അത് കറക്റ്റ് ചെയ്യാൻ, അത് മനസ്സിലാക്കുക, എന്നിട്ട് അത് ഉൾക്കൊള്ളുക. അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസിന്റെ അഭാവമാണ് മെയിൻ ആയിട്ട് പേടി, ടെൻഷൻ, ഫിയർ ഒക്കെ വരുന്നത്. എനിക്കിപ്പോ ഈ ഒരു സെഷൻ ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് എടുക്കുന്നത്. ഇതുവരെ എടുത്ത സെഷൻസ് ഒക്കെ മുമ്പ് ഇതിലിങ്ങനെ നമ്മൾ എടുത്തിരുന്നതാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പേടി ഉണ്ടായിരുന്നില്ല. ഇതെടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവോ, നിങ്ങൾ അതിനോട്ട് വരുമോ, എനിക്ക് അറിയണ്ടായില്ല. എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഏകദേശം ഇതിലുള്ള ഒരു 44 പേരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് പോയത്. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും ഓക്കെ ആണ്. നിങ്ങൾക്കും ഇത് പുതിയതാണോ ഈ ഒരു കോൺഷ്യസ്നസ് ലെവൽ എന്ന് പറയുന്നത്? ഇതിന്റെ ബുക്കാണ് പവർ VS ഫോഴ്സ് കേട്ടാ. 2-3 ബുക്ക് ആളെ എഴുതിയിട്ടുണ്ട് ഇതിന്. ഇത് ചെയ്യുന്നത് പവർ VS ഫോഴ്സും അതുപോലെ തന്നെ പിന്നെ ലെറ്റിംഗ് ഗോ, അതായത് ഡേവിഡ് R. ഹോക്കിൻസിന്റെ ബുക്കുകളാണ്. കുറെ ബുക്കുകളുണ്ട്. ഇതേ സംഭവങ്ങളെ പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ ഇപ്പം B.Ed.ന്റെ ഒരു
ടെൻഷൻ ആണെന്ന് പറഞ്ഞില്ലേ, ആരാണ് പേര് മറന്നുപോയി. ഉം, ഉം, ഉം. അപ്പൊ ഞാൻ B.Ed ചെയ്യുന്ന സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന ടീച്ചർ ഇതുപോലെ ഡെമോ ക്ലാസ് എടുക്കുന്ന സമയത്ത് ടെൻഷൻ അടിച്ച് തല കറങ്ങി വീണിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ ക്ലാസ്സിൽ. അപ്പൊ ഉം, ആ ടീച്ചർ ഇപ്പോൾ PSC കിട്ടിയിട്ട് നല്ലൊരു പോസ്റ്റിൽ ഹൈസ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉം, ആ മാമിനോട് പറയാണ് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല, ഉം. അതൊക്കെ ശരിയാവും. അതെ, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിരുന്നില്ലേ ക്ലസ്റ്റർ മീറ്റിംഗില്. ഇങ്ങനെ പേപ്പർ പിടിച്ചിട്ട് ഈ പേപ്പർ ഇങ്ങനെ വർക്ക് ചെയ്യണം. ഒരു പേപ്പറാണ് കയ്യില്, അതിങ്ങനെ വർക്ക് ചെയ്യണം. എന്റെ കൈ വിറച്ചത് കൊണ്ടാണ് ഈ പേപ്പറും വരക്കണത്. എന്നിട്ട് പേപ്പർ എവിടെങ്കിലും വെക്കാനൊരു ഇതില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ എന്താ പേടി വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഫിയർ ഉണ്ടാവും, അറിയാലോ. കുറെ അറിയുന്ന ടീച്ചേഴ്സാണ്. ക്ലസ്റ്റർ മീറ്റിംഗ് അന്ന് ഞാൻ പറയാൻ പറ്റുമോ, എനിക്ക് പേര് കിട്ടുന്നുണ്ടായില്ല. ക്ലസ്റ്റർ ആണ് ഉണ്ടാവുക, അതായത് ടീച്ചേഴ്സ് ട്രെയിനിങ് പോലെ എല്ലാ സ്കൂളുകളെയും ടീച്ചേഴ്സ് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് അവര് പല കാര്യങ്ങളും ഗ്രൂപ്പായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ചെയ്യാൻ. അവർ ചെയ്ത നോട്ട്സ് എനിക്ക് തന്നു ഒരു പേപ്പർ. അപ്പൊ ഞാനിത് പിടിച്ച് വർക്ക് ചെയ്യണേ. അതെന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അവിടുന്നൊക്കെ ഒരുപാട് മാറി. ഇപ്പൊ ഒന്നും നോ പ്രോബ്ലം. അങ്ങനെ ഒരു സ്റ്റേജ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ പാരന്റ്സ് മീറ്റിങ്ങിനൊക്കെ ഞാൻ പോകുമ്പോൾ ഒന്നും സംസാരിക്കില്ലായിരുന്നു. ചാൻസ് തരും, പക്ഷെ സംസാരിക്കില്ല, പേടിയാണുള്ളത്, വിറയലാണ്. പക്ഷെ ഇപ്പൊ ഒരു ചാൻസ് അവർ തന്നെങ്കിൽ എന്ന് വിചാരിച്ചായിരിക്കാം മുന്നിൽ പോയിരിക്കും. അവർ വിളിച്ചെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയായിരുന്നല്ലോ എന്ന് വിചാരിച്ചാൽ അതിലോട്ട് മാറി. അതെന്തുകൊണ്ടാ? പ്രാക്ടീസ് ചെയ്തോണ്ടാണ്. അത് അങ്ങനെ മാറുള്ളൂ, അല്ലാണ്ട് മാറില്ല. നമ്മൾ പേടിച്ചിരുന്ന പേടിച്ചിരിക്കുള്ളൂ. ഇനിയിപ്പോ എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്തിരുന്നു. അടുത്തുള്ള കുട്ടികളെയൊക്കെ, ട്യൂഷൻ കുട്ടികൾ ഉണ്ടാവുമല്ലോ, ട്യൂഷൻ പോലെ അങ്ങനെ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു തുടങ്ങി. പിന്നെ വെറുതെ അവർക്ക് ഫ്രീ ആയിട്ട് സെഷൻ കൊടുക്കും, ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ഏത് ഇപ്പൊ 8-9, ഏത് B.Ed ആണെങ്കിൽ 8-9-10 ക്ലാസ്സുകളിലാണ് എടുക്കേണ്ടി വരിക. അപ്പൊ ആ ഏജ് ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അടുത്തുണ്ടെങ്കിൽ അവരെ വിളിച്ചിരുത്തി ക്ലാസ് എടുത്ത് കൊടുക്കാം. അപ്പൊ അവരുടെ ഡൗട്ടുകൾ, അവർക്ക് പല ഡൗട്ടുകളും ഉണ്ടാവും, നമ്മൾ വിചാരിക്കാത്ത പല കാര്യങ്ങളും അവർ ചോദിക്കും. അപ്പൊ നമുക്ക് അത് ക്ലിയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടും. എന്തൊക്കെ അതുണ്ടോ അതൊക്കെ ചെയ്ത് നോക്കാം. മെയിൻ ആയിട്ട് മിറർ ഉണ്ടായാലും മതി. മിററിലാകുമ്പോൾ നമ്മുടെ ഓരോ ആക്ഷനും നമ്മുടെ ഫേസ് എക്സ്പ്രഷനും ഒക്കെ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ആദ്യത്തെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാനിപ്പോ ഡിലീറ്റ് ചെയ്ത് കളയും. പഴയൊക്കെ ഇൻസ്റ്റയിൽ ഇട്ടതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്താ ഇതിങ്ങനെയൊക്കെ പറയണേന്ന് വിചാരിച്ച്. ആ മാറ്റം വന്നത് എന്തുകൊണ്ടാ? പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ വീഡിയോസ് എടുത്തോണ്ടാ. ഇനിയും വരാനുണ്ട്. ഇപ്പോഴും പെർഫെക്റ്റ് ആയിന്നൊന്നല്ല, ഒന്നും ആയിട്ടില്ല, പക്ഷെ മാറും. ഇപ്പൊ ആരെങ്കിലും ഒന്ന് പറയുന്ന അത് ഞാൻ മാറുമായിരിക്കും എന്ന് പറയും. ആക്ഷൻസ് ഒന്നും ഇപ്പൊ ക്ലാസ്സിൽ എടുക്കുമ്പോൾ നമുക്ക് കൈയൊക്കെ ഇങ്ങനെ വരും. പക്ഷെ ഒരു വീഡിയോ, ഒരു ഫോണിന്റെ മുമ്പിലോ വീഡിയോയുടെ മുമ്പിലൊക്കെ ഈ ആക്ഷൻ ഒന്നും വരില്ല. അതെന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല, ഇങ്ങനെ വരില്ല നമുക്ക്. നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ നമ്മൾ വേണമെന്ന് വെച്ചൊന്നല്ലെങ്കിലും കൈ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഫോണിലാണെങ്കിൽ പോലും അറിയാണ്ട് ഇവിടെ നിന്നിട്ട് കൈയൊക്കെ ആക്ഷൻ കാണിക്കും. അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. പക്ഷെ ഇതിന്റെ മുമ്പിൽ ചെയ്യുമ്പോൾ ഒരു സെക്നെസ് എനിക്ക് ഫീൽ ചെയ്യുന്നു. അത് എന്റെ മാത്രമായിരിക്കാം, ചിലർക്കൊക്കെ ഉണ്ടാവാം. അത് ഞാൻ പറയാം, അത് അങ്ങനെയാണ്. അപ്പൊ മാറണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയാം, ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു ലെവലിലോട്ട് വരും. ഓക്കെ ഓക്കെ. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചൊക്കെ ഒരുപാട് പേര് കമന്റിലൊക്കെ പറഞ്ഞു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഇതാക്കാം. വിജേഷ് ആണ് സൂപ്പർ ക്ലാസ്, താങ്ക് യു വിജേഷ്. ദെൻ സമയ ഒരുപാട് അധികം ആരൊന്നും വീഡിയോയിലില്ല. എനിക്ക് അതിലൊരു വിഷമമുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളൊരു നെക്സ്റ്റ് ലെവലിൽ നിങ്ങൾ ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ. അപ്പോ സാംസങ് ഒക്കെ ഒന്ന് പേര് ഗുഡ് മാറ്റി. മോർണിംഗ് മാഡം. സർജന, താങ്ക് യു. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഫുള്ളായിട്ട് കേൾക്കുന്നുണ്ട്. വെരി യൂസ്ഫുൾ സെഷൻ, സൂപ്പർ, അടിപൊളി. ഓക്കെ, അതാരാ? കമറു നിസ. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിവുകളുണ്ട്, പക്ഷെ ഒരു തിരിച്ചറിവ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഏത് സ്റ്റേജിലൂടെ പോകുന്നു എന്നുള്ളത് ഒന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ഒരു ക്ലാസ് വളരെയധികം ഇഷ്ടമായി. ഇതുപോലെ ഷാഫി സാറിന്റെ ഒരു ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട്. ഓരോ ഏതൊക്കെ ലെവലിലാണ് അതിന്റെ മെഷർമെന്റ് ഉള്ള ഒരു ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. അത് അന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു 2-3 കൊല്ലം മുൻപ് വരെ എന്താ പറയാ, ഒരു 100-ന് താഴെയായിരുന്നു ശരിക്കും പോയിരുന്നത്. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊന്നും അറിയണ്ടായിരുന്നില്ല. പിന്നീട് അവിടെ ഇങ്ങനെ ഞങ്ങളുടെ മീറ്റിങ്ങുകളൊക്കെ എടുത്ത് അങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ കുറെ വീഡിയോസ് ഒക്കെ കണ്ട് അങ്ങനെ ഒന്ന് ഇതാവാറുണ്ട്. പക്ഷെ ഇപ്പോ ഈ ഒരു 6 മാസത്തില് ഉള്ളില് എനിക്ക് ഈ ഷാഫി സാറിന്റെ പ്രോഗ്രാം കേട്ടതിന് ശേഷമാണ് എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായത്. ശരിക്കും ആ ഒരു 30, 50, 100 ആ റേഞ്ചിൽ നിന്നൊക്കെ മാറി 200, 250 ആ റേഞ്ചിൽ നിന്ന് അങ്ങനെ ഇപ്പോ ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് എത്താനായിട്ട് സാധിച്ചു.
അപ്പോൾ ശരിക്കും എൻ്റെ ഒരു എന്താ പറയുക ഒരു ബാക്ക് ബോൺ എന്നൊക്കെ പറഞ്ഞ ശരിക്കും ഈ ഒരു പ്രോഗ്രാം തന്നെയാണ്. അതിന്റെ ഒരു സന്തോഷം അറിയിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാല് 2 ദിവസം മുൻപ് ഞങ്ങൾക്ക് ഒരു മീറ്റിംഗ് നടന്നു. ഞാൻ എൻ്റെ ഒരു മേഖലയിൽ ക്ലസ്റ്റർ ഹെഡാണ്. അപ്പോൾ ഒരു കൂട്ടത്തെ നയിക്കുന്ന ഒരു വ്യക്തിയാണ് ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ. ക്ലസ്റ്റർ എന്ന് പറഞ്ഞ ഒരു കൂട്ടമാണല്ലോ. അപ്പോ ഒരു 104 പേരോളം പങ്കെടുത്ത ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അതില് ഞങ്ങളെ സീനിയേഴ്സ് ഒരു 6 പേരുള്ളൂ. ബാക്കിയുള്ള ആളുകളെല്ലാം സദസ്സിലിരിക്കുകയാണ്. ആ ഒരു വ്യക്തികളോട് നമ്മൾ ആ മീറ്റിംഗിൽ സംസാരിക്കുമ്പോൾ വളരെ കോൺഫിഡൻസ് ആയിട്ട് എനിക്ക് സംസാരിക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ നമുക്ക് കാലത്ത് നമ്മുടെ മെഡിറ്റേഷൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമുള്ള ക്ലാസ്സുകളുണ്ട്. അതിൽ നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയൊരു ക്ലാസ് ആണ് കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അങ്ങനെ 4 തരം മൈൻഡുകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ആ ക്ലാസ് വളരെയധികം ശ്രദ്ധിച്ചിരുന്ന് എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാര്യം എനിക്ക് അന്ന് അവിടെ സംസാരിക്കാനായിട്ട് പറ്റി. അത് ആ വ്യക്തികൾക്ക് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അവർ വളരെ എനർജറ്റിക് ആയിട്ട് ഇരുന്നു. കാരണം ഞാൻ പറഞ്ഞു നമുക്ക് എങ്ങനെ 0 to 8 years വരെ നമുക്ക് കോൺഷ്യസ് മൈൻഡ് ഇല്ല. അപ്പൊ അന്ന് നമ്മൾ കേട്ടിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, പരിഹാസങ്ങളും പ്രശ്നങ്ങളും ഒരുപാട് വഴക്ക് പറഞ്ഞു. അതൊക്കെ ഇന്നും നമ്മുടെ മനസ്സിൽ ഒരു ട്രോമയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനത്തെ വാക്കുകളൊക്കെ അവരാദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞേ ആ ക്ലാസ് അങ്ങനെ കഴിഞ്ഞിട്ടോ ഞാനൊരു 15-10 മിനിറ്റ് ഒക്കെ എന്നെ എടുത്തിട്ടുണ്ടെന്നുള്ളൂ. പക്ഷെ അതിന്റെ ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയത് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. കാരണം ഞാൻ എഴുതിയ നോട്ട് വരെ ആളുകൾ ഫോട്ടോ എടുത്തു പോയി. അതുപോലെ തന്നെ അവരെന്നോട് പറഞ്ഞത് മാഡം ഞങ്ങളെ ചിന്തിപ്പിച്ചു. ശരിയാണ്, ഞങ്ങളുടെ ചെറുപ്പകാലത്തിലേക്ക് പോയി. ഇതുവരെ ഞങ്ങൾക്ക് ഒരു ക്ലാസ് കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ ശരിക്കും നമിച്ചു പോയി. നമ്മുടെ ഷാഫി സാറിന്റെ ഈ ഒരു പ്രോഗ്രാമിനെ ഞാൻ അത്രയും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്ത സമയത്ത്. കാരണം എനിക്ക് ഈ ഒരു പ്രോഗ്രാമിൽ വന്നത് കൊണ്ടാണ് എനിക്ക് അപ്ഗ്രേഡ് ആവാൻ സാധിച്ചത്. ആ ഒരു ധൈര്യം, ഓരോ കാര്യങ്ങൾ ഇപ്പോ ലവ് ആയാലും അതുപോലെ തന്നെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ വില്ലിങ്നെസ്, സന്നദ്ധത എന്ന് പറഞ്ഞാൽ എനിക്ക് പഠിക്കണം, എനിക്ക് വളരണം, എനിക്കിത് ചെയ്യണം. അപ്പൊ അത് മാഡം പറയുന്നതിന് മുൻപേ തന്നെ ഞാൻ ഈ 20 മുതലുള്ള കാര്യങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ ആവശ്യക്കാരിയാണ്, ആവശ്യക്കാർക്ക് ഔചിത്യമില്ലല്ലോ. അപ്പൊ ഞാനൊരു ആവശ്യക്കാരിയാണ്. എനിക്കിത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും കോൺഫിഡൻസ് ആയി സംസാരിക്കാനും ഒക്കെ നല്ല ഒരു ഉപകാരപ്രദമായിട്ടുള്ള ക്ലാസ് ആണ്. മാഡം പറഞ്ഞ പോലെ ഇങ്ങനെ വീഡിയോയിൽ ഇരുന്ന് കാണുമ്പോഴാണ് മാഡത്തിന്റെ ക്ലാസ് എടുക്കാൻ നമുക്കും അതൊരു സന്തോഷം തന്നെയാണ്. നമ്മളീ പറഞ്ഞ പോലെ വേദിയിൽ നിന്ന് സംസാരിച്ചപ്പോൾ സദസ്സിൽ ആളില്ലെങ്കിൽ മീറ്റിങ്ങിന് കാര്യമില്ലല്ലോ, മീറ്റിങ്ങിന് അർത്ഥമില്ല. അപ്പൊ നല്ലൊരു ക്ലാസ് ആണ്. നല്ല രീതിയിൽ തന്നെ മാഡം നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു പറഞ്ഞു തന്നു. ഇനിയും ഒരുപാട് ആളുകളിലേക്ക് ഇതുപോലെ എത്താനുണ്ട്. നമുക്കുള്ള ഫ്രീ കോഴ്സും അതുപോലെ തന്നെ ഇനിയും വരുന്ന പ്രോഗ്രാമുകൾ ഓരോരുത്തർ കയറുന്നുണ്ട് കേട്ടോ. അവർ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ജൂനിയേഴ്സ്. അപ്പൊ എന്തുകൊണ്ടും നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇനിയും മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു രതി. അതുപോലെ നമ്മളൊക്കെ ബ്ലെസ്ഡ് ആണ്. ഇതിൽ ഞാൻ കയറുമ്പോൾ ഞാനടക്കം 44 പേരുണ്ട്. ഇവർക്കൊക്കെ ഏകദേശം ഇതിനെ കുറിച്ചൊക്കെ ധാരണയുള്ളവരാണ് അല്ലെ. ഇതറിയാത്ത എത്രയോ പേര് ഈ ലോകത്തുണ്ട്. അപ്പൊ അവരിലോട്ട് എത്തിക്കണം. നമുക്കൊരു പ്രോഗ്രാം വരുന്നുണ്ട് ഈവനിങ്ങിൽ 7:30 ഫ്രീ സെഷൻ വരുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ പറഞ്ഞവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഗ്രാറ്റിറ്റ്യൂഡും സെൽഫ് ലവും എന്താന്ന് പോലും അറിയാത്ത കുറെ പേരുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയാൽ തന്നെ അവരുടെ ലൈഫ് അവർക്ക് ബ്ലെസ്ഡ് ആയിട്ട് തോന്നും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ലിങ്ക് ഉണ്ടാവും ഗ്രൂപ്പിൽ, അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു. ഷെയർ ചെയ്തിട്ടുണ്ട്, ഓക്കെ, താങ്ക് യു ഷെയർ ബിന്ദു, ചെയ്ത് കൊടുക്കണം. താങ്ക് യു ജോസഫ്. ഓക്കെ, താങ്ക് യു. നിങ്ങളൊക്കെ ഇങ്ങനെ ഫീഡ്ബാക്ക് തരുമ്പോൾ നിങ്ങൾ അവിടെ എന്താ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഇങ്ങനെ തരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നിങ്ങൾ കേട്ടിരുന്നു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കേൾക്കുമ്പോൾ സന്തോഷം ഷെയർ ചെയ്യുമ്പോൾ ഇരട്ടിക്കുന്നു അല്ലേ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്താലോ, ഒരുപാട് വൈൻഡപ്പ് ചെയ്താലോ, സമയം 8 മണിയാവാറായി. ഓക്കെ അല്ലേ. ജെറി ജോസഫിന് ഒരു താങ്ക്സ്. ഓക്കെ, താങ്ക് യു മാഡം. നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു, വളരെ ഇൻട്രസ്റ്റിംഗ് സെക്ഷൻ ആയിരുന്നു കേട്ടോ. ഓക്കെ, എന്തായാലും വീഡിയോയിൽ വന്നതിന് അങ്ങോട്ട് ഒരു താങ്ക്സ്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ എക്സ്പ്രഷനും മറ്റു കാര്യങ്ങളും അറിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണുണ്ടോ എന്നൊക്കെ. അപ്പോൾ ശ്രമിക്കുക പരമാവധി ട്ടാ. പിന്നെ വേണം നമുക്ക് ഈ ഒരു പ്രോഗ്രാമില് ഞാൻ ഇങ്ങനെ ഫീഡ്ബാക്ക് പറയുമ്പോൾ അത് കേട്ടിട്ട് നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള 1-2 വ്യക്തികളൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ട്, മാഡം എങ്ങനെയാണ് ഇങ്ങനെ പറയണത്, എന്തൊക്കെയാണ് ഓരോ പ്രാക്ടീസ് ചെയ്യുമ്പോഴും മാഡത്തിന് അനുഭവിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, അതൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. അവർ പുതിയ ആളുകളാണ്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ പറ്റും, നമുക്ക് പറ്റുന്ന കാര്യങ്ങളാണ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നതും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നതും മിറർ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ കോൺഫിഡൻസ് കൂടുന്നതൊക്കെ. എനിക്ക് ഇത്രയും പേരുടെ ആദ്യത്തെ എൻ്റെ ഒരു ജൂനിയർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, മാഡത്തിനെ ഞങ്ങൾ സമ്മതിച്ചു. കാരണം ഈ 102 പേരൊക്കെ ഇരിക്കുന്ന ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കുക, ഒരു ലേഡി നിന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് വലിയൊരു കാര്യം തന്നെയാണ്. ഞങ്ങൾക്കൊന്നും അറിയാത്ത കാര്യങ്ങളാണ്.
നമ്മുടെ ഉള്ളിലുള്ള കാര്യം മറ്റുള്ളവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നത് ഒരു കഴിവാണ്. അതിന് നമ്മൾ സ്കില്ല് എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവില്ല. ചിലർക്ക് വളരെ നല്ല രീതിയിൽ പറയാൻ കഴിയും, പക്ഷെ ചിലവർക്ക് എന്താണ് ഉള്ളിലുണ്ടാവുമല്ല, പക്ഷെ അതങ്ങനെ പുറത്തോട്ടൊന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷെ പറഞ്ഞു തുടങ്ങുക. നിങ്ങൾ ആരെയും പേടിക്കണ്ട, അവരെന്തെങ്കിലും ചെയ്യുമോ, ഇനി തെറ്റിപ്പോയാൽ അവരെന്തെങ്കിലും ചെയ്യും, നമുക്ക് എന്ത് പോയി, നമ്മൾ പറഞ്ഞു നമുക്കൊരു ഇത് ഇനി അടുത്തതിൽ അടിപൊളിയാക്കാം. ഞങ്ങള് മറ്റേ പ്രോഗ്രാം ഞങ്ങള് ഫാമിലി ആയിട്ട് ടൂർ പോകാറുണ്ട് ബസ്സിൽ. അപ്പൊ പാട്ട് പാടാൻ പറയും, നമ്മൾ നിർബന്ധിക്കും. എനിക്ക് അറിയാത്തൊരു സംഭവമാണ് പാട്ട് പാടും. എന്നിട്ടും ഞാൻ പാടും എന്തെങ്കിലുമൊക്കെ, എന്നിട്ട് അവർ കളിയാക്കും ചെയ്യും. കളിയാക്കിക്കൂട്ട് അവർക്കത് രസം, എല്ലാവരും ചിരിക്കും. ഏത് പാട്ട് പാടിയാലും മാപ്പിളപ്പാട്ടാണല്ലോ പറയും. കാരണം ആ ഒരു ട്യൂൺ എനിക്ക് വരുള്ളൂ. അതൊക്കെ എൻജോയ് ചെയ്യാൻ പഠിക്കുക. അയ്യോ അവരെന്നെ കളിയാക്കി ഇനി ഞാൻ പാടൂല, ഇതൊന്നും അല്ല. അതൊക്കെ രസം അല്ല, പാർട്ട് ഓഫ് ലൈഫ്. ഇതേപോലെ തന്നെ എന്ത് സംഭവിച്ചാലും ഇപ്പൊ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ, ഒരു കുഴപ്പമില്ല. അങ്ങനെ ചിന്തിക്കുക. ആരെയും പേടിക്കണ്ട. അങ്ങനെ മീൻസ് ആരെയും പേടിക്കണ്ട പറഞ്ഞ ആ രീതിയിലല്ല. നമ്മള് നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻ വെച്ച് നിങ്ങൾക്ക് ഒരു ഫീഡ്ബാക്ക് പറയാൻ പേടിയുള്ളവരുണ്ടാവാം. ക്യാമറ ഓൺ ചെയ്ത് പറയാൻ പേടിയില്ല കുറെ പേര് ഇതിൽ ഇരിക്കുന്നുണ്ടാവും. അവരോടൊക്കെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ ഓക്കെ. സൂം യൂസർ താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യത് കംപ്ലീറ്റ് ആയോ? ഓക്കെ അല്ലേ? ഫൈൻഡ് അപ്പ് ചെയ്യട്ടെ? ആ ഓക്കെ മാഡം. എനിക്ക് ഇങ്ങനെ സീനിയേഴ്സ് ഇരിക്കുമ്പോ എനിക്ക് ക്ലാസ് എടുക്കാൻ ഭയങ്കര പേടിയുണ്ടായിരുന്നു. കാരണം ഞാൻ പറയുന്നത് അവരിനി എന്താ ചിന്തിക്കുക, അങ്ങനത്തെ ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പറയാൻ പോകുന്ന വിഷയത്തെ കുറിച്ച് നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മൾ പറയാൻ പോകുന്ന വിഷയം അവർക്ക് അറിയാത്തതാ അല്ലെ. അപ്പൊ നമ്മൾ തന്നെയാണ് അതില് നല്ല രീതിയിൽ പഠിച്ചൊരു വ്യക്തി. അപ്പോ ആ ഒരു കറേജ് നമ്മളിൽ വരും. നമുക്കത് ഭയങ്കര കോൺഫിഡൻസിലായിട്ട് പറയാൻ സാധിക്കും. അപ്പൊ ഒരറിവും ചെറുതല്ല. അപ്പൊ ഇത്രയും നല്ല ഓരോ ദിവസവും നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ എന്ന് പറയുന്നത് വലിയൊരു അറിവ് തന്നെയാണ്. എന്റെ ഈ ബുക്കിൽ നിറഞ്ഞു തുടങ്ങി എഴുതിയിട്ട്. നിങ്ങളെ അർത്താണ് നിങ്ങക്ക്. കാരണം ഓരോ ദിവസവും വേറെ വ്യത്യസ്തമായ ആളുകൾ വന്നിട്ട് സെഷൻ എടുക്കുന്നതും പിന്നെ മെഡിറ്റേഷനും രണ്ടും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതേ രീതിയിൽ കാണുന്നവർക്ക് കേട്ടോ. അപ്പം കേറിയവരും ചിലപ്പോൾ വെറുതെ ഓണാക്കി വെക്കണേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ അത് കേൾക്കണുണ്ടാവില്ല. പക്ഷെ ചിലർ ഏതൊക്കെ ബുദ്ധിമുട്ടിലാണ് ജിമ്മിൽ പോയിട്ടാണ് വർക്ക് ചെയ്യുകയാണെങ്കിലൊക്കെ അത് കേൾക്കുന്നവരും ഉണ്ടാവാം. എന്നിട്ട് അത് ലൈഫിൽ ഇപ്പൊ അറിയാലോ, ദേഷ്യപ്പെടുമ്പോ ഞാൻ അറിയാം കോപത്തിലാണ്, അപ്പൊ അത് എത്രയെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ അത് മനസ്സിലാക്കാൻ ഞാൻ എന്താണ് കോപം എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. ഇത് മാറണം, 100-150ന്റെ മുകളിലാണ്. അപ്പൊ അതിന് മാറണം, 200 കറേജൊക്കെങ്കിലും വരണം എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കാനെങ്കിലും ശ്രമിക്കുക. അപ്പൊ തന്നെ ദേഷ്യമൊക്കെ എവിടെയെങ്കിലും പോകും. നമ്മളിങ്ങനെ നമ്മുടെ ബ്രെയിനിന് പണി കൊടുക്കുമ്പോൾ ഓരോന്നും പഠിച്ചു വെക്കുക. ഈ ഷെയിം 20ആണ്, ഗിൽറ്റ് 30ആണ്. അപ്പൊ അതൊക്കെ പഠിച്ചു വെക്കുമ്പോൾ ഇപ്പൊ ഗിൽറ്റിലാണ്, അപ്പൊ ഗിൽറ്റിന് എത്രയാണ് ഫ്രീക്വൻസി എന്നൊക്കെ വെറുതെ ആലോചിക്കുമ്പോൾ ആ ഗിൽറ്റ് പോയി വേറെ എന്തെങ്കിലുമൊക്കെ ചിന്ത വന്നോളൂ. അപ്പൊ സുല്ലേക്ക് അവിടെയാണ് സംസാരിക്കുന്നത്. ഓക്കെ കേട്ടോ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ ജോയിനിങ്. താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. Okay, thank you, madam. Thank you so much. താങ്ക് യു മാം. Thank you. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. Thank you, ma'am. Have a nice day. താങ്ക് യു.